നമസ്കാരം ഫ്ലവേഴ്സ് ടിവിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. വെൽക്കം ടു ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം വേറെ. സമയം കളയുന്നില്ല, കാര്യക്കാരെ വിളിക്കാം. ലെറ്റ്സ് വെൽക്കം നസീറിക്ക, ടിനിച്ചേട്ടാ ആൻഡ് ബെജുക്കട്ടൻ ചേട്ടാ. നമസ്കാരം. നമസ്കാരം. തുടങ്ങല്ലേ? അപ്പോ ആദ്യത്തെ സ്കിറ്റ് ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം വേറെ. നമ്മുടെ ടീം കോട്ടയമാണ് വരാൻ പോകുന്നത്. ഓക്കെ, ബാസ്റ്റിൻ, വിഷ്ണു, അമൽ. അച്ഛാന്ന് വിളി മോനെ, അച്ഛാന്ന് വിളി. വിളിക്ക് ഒന്ന്, അച്ഛാന്ന് വിളി. ഇനി ഇവിടെ കടന്നു ഒറ്റ വെച്ചാ നിന്റെ അച്ഛനെ ഞാൻ വിളിക്കും. അല്ല പിന്നെ കുറെ നേരം മനുഷ്യരെ ശല്യം ചെയ്യുന്നു. അൺകൾച്ചറൽ ഫെലോസ് ഓരോന്ന് വന്ന് കയറും. കൊച്ചിനോടൊക്കെയുള്ള പാവ. ഞാനല്ല തന്നെ, ഇത് കരടിയോ? ആ മനുഷ്യനെ കിടന്നുറങ്ങുക. അല്ലേലും എല്ലാ ഗവൺമെന്റ് ഹോസ്പിറ്റലിലും കാണും ഇതുപോലെ ഒരു കാര്യമില്ല, ചുമ്മാ മൂടി പോയി കിടന്ന ഒരാള്. എന്തിനാന്ന് എനിക്ക് ഇവരെ മനസ്സിലായി. ഇവരെ തലയെടുത്ത് തിരിച്ചു വെച്ചാലോ? അതെന്തിനാ? അല്ലെങ്കിൽ അവൻ ഈ ലേബർ റൂം വലിച്ചകത്ത് കയറ്റും. എനിക്ക് സംശയമുണ്ട് ഇതിന്. ഉറങ്ങിക്കിടക്കുന്ന ഒരു മനുഷ്യനെ എങ്ങനെയല്ലേ വിളിച്ചെടുപ്പിക്കുന്നത്? 5 മിനിറ്റത്തേക്ക് ഒരു സമാധാനം കിട്ടും. എന്നാ കാട്ടാണോ താൻ കാണിച്ചത്? ഉറങ്ങി കിടക്കുന്ന ഒരു മനുഷ്യനാണോ ശല്യം ചെയ്യുന്നത്? തന്നെ കൊണ്ട് ഞാൻ തോട്ടല്ലോ. താൻ ഭയങ്കര നോയ്സൻസ് ആണ് കേട്ടോ, ഭയങ്കര നോയ്സൻസ്. ചേട്ടയുടെ ആരെങ്കിലും ആണോ? അയ്യോ, എന്റെ കാര്യമല്ല. പിന്നെ താനെന്തിരീ മാമാട്ടിക്കുട്ടി അമ്മേനെ പോലെ പിണങ്ങണേ? ഞാനിവിടെ ടെൻഷൻ അടിച്ചായിരിക്കുന്നത്. ചേട്ടാ എന്നെ ഇവിടെ ഇവിടെ ഞാനിവിടെ തൊണ്ട് എല്ലാം വന്നതാ. അല്ല, നീ എന്നാത്തിന് ഇവിടെ വന്നത്? ചേട്ടാ വലിയ തൊണ്ട് ഉണക്കാൻ വേണ്ടി വന്നതാ. എന്റെ അടുത്ത് ഡാഡി. അയ്യോ ഇല്ലില്ല, വെറും പ്രസവമല്ല, വെറും ഡെലിവറി അല്ല ഡാഡി. അല്ലല്ല, നമ്മുടെ കുടുംബത്തിൽ പൂരം പറഞ്ഞ ഒരു കുഞ്ഞ് ജനിക്കണമെങ്കിൽ കറക്റ്റ് 12 മണിക്ക് സിസേറിയൻ ചെയ്താൽ പറ്റൂ. അതുകൊണ്ട് ഞാൻ നല്ലൊരു ഡോക്ടറെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. ഡോക്ടർ ഉടനെ തന്നെ ഇങ്ങോട്ടെത്തും. ഓക്കെ, ഞാൻ ഡാഡിയെ വിളിച്ചോളാം. നമ്മുടെ കുടുംബത്തിൽ തന്നെ പൂരം പറഞ്ഞ കുഞ്ഞ് ജനിക്കും. ചേട്ടായി ചോദിക്കുന്നുണ്ടെന്നും തോന്നില്ലേ എന്നെ ഈ പൂരം? ഞങ്ങളുടെ കുടുംബത്തെ ഞങ്ങളുടെ മുത്തച്ഛനായിരുന്നു പൂരം പറഞ്ഞ പുരുഷൻ. മുത്തച്ഛനാണ് ഈ സ്വത്തുക്കൾ മുഴുവൻ ഉണ്ടാക്കിയത്. അത് ഞങ്ങൾ ഇങ്ങനെ അനുഭവിക്കാൻ കാരണം മുത്തച്ഛൻ പൂരത്തിൽ പിറന്നുകൊണ്ടാണ്. മുത്തച്ഛന്റെ കാലത്തിന് ശേഷം ഇതുവരെ ഞങ്ങളുടെ കുടുംബത്ത് പൂരം പറഞ്ഞ ഒരു ഉണ്ണി പിറന്നിട്ടില്ല. അതുകൊണ്ട് ഇന്ന് 12 മണിക്ക് ഒരു ഉണ്ണി പിറന്നിരിക്കണം. അതിന് ഡോക്ടറെ ഞാൻ ഏർപ്പാടാക്കിയിട്ടുണ്ട്. ചേട്ടായി എനിക്കും കൂടി ഒരു പൂരത്തിനെടുത്ത് തരാമോ? ഇത് ലക്ഷങ്ങൾ കൊണ്ടുള്ള പരിപാടിയാ. നിന്നെ പോലെയുള്ള ദരിദ്രവാസികൾക്ക് ഇത് പറഞ്ഞിട്ടില്ല. കാശുള്ളവന് പൂരം, ഇല്ലാത്തവന് മൂലം. എന്റെ ഭാര്യയുടെ ആദ്യത്തെ സിസേറിയനാണ് നടക്കുന്നത്. ചേട്ടായി ഇങ്ങനെ കിടന്ന് പേടിക്കണ്ട. ജനിക്കാൻ പോണ കൊച്ചിനെ കുറിച്ചൊക്കെ തമ്പുരാന് വലിയ പ്ലാൻ ഉണ്ട്. ഉദാഹരണം എന്റെ കാര്യം. എന്റെ അമ്മ എന്നെ പ്രസവിച്ചപ്പോ അമ്മ ആദ്യം ഓർത്തത് മീൻകറിയിൽ മിച്ചം വന്ന കൊടമ്പുളിയാണ്. പിന്നെ ഞാൻ കിടന്ന് കരഞ്ഞപ്പോഴല്ലേ അമ്മയ്ക്ക് മനസ്സിലായി ഇത് കൊടമ്പുളിയല്ല, ഇത് ഞാനാണെന്ന്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മളെ കുറിച്ചുള്ള എല്ലാ പ്ലാനും ദൈവം തമ്പുരാന്റെ ഉണ്ട് ചേട്ടായി. പിന്നെ അപ്പഴേ പറയല്ലേ എന്നെ കൊണ്ട് പറ്റത്തില്ലെന്ന്. ഞാനാണ് ലേബർ റൂമിന്റെ ഫ്രണ്ടിൽ വന്ന് നിൽക്കുക. ഒരു കാര്യം ചെയ്യോ, പപ്പായും മമ്മിയും കൂടെ എനിക്ക് വേണ്ടി 2 റൗണ്ട് മാതാവിന്റെ ഫ്രണ്ടിൽ പോയിട്ട് 2 തന്മറിഞ്ഞ പറയുമല്ലോ. എനിക്കാണ് പേടിയായിട്ട് നിൽക്കാൻ പറ്റത്തില്ല. ദൈവം അകത്തെ കാര്യം ഓർത്തിട്ട് ടെൻഷനും ആവും. ചേട്ടാ നീങ്ങിയിരിക്കാം. ഏതോ പാവം പിടിച്ച ഭർത്താവാ കേട്ടോ. ഈശ്വരാ, ഇവനെ കൂടെ ഞാൻ സഹിക്കണമല്ലോ. ചേട്ടാ ചുമ്മാ ഇരിക്കണം. എന്തിനാ കരയണേ? എന്റെ പൊന്ന് ചേട്ടാ, ആദ്യത്തെ സിസേറിയനാ. എനിക്ക് സിസേറിയനാ. എന്റെ ചേട്ടാ, എന്റെ പപ്പാടെ ഒറ്റ നിർബന്ധം കാരണം ഞാനിപ്പോ ഇവിടെ വന്നിരിക്കുന്നത്. എന്റെ ദൈവമേ, ഇവന്റെ പപ്പയൊക്കെ സമ്മതിക്കണം ഇതിനൊക്കെ നിർബന്ധിക്കാനായിട്ട്. ചേട്ടാ അത് എന്റെ കാര്യം കേൾക്കണം. എന്റെ ഭാര്യ ഗർഭിണി എന്ന് പറയാൻ ഞങ്ങളുടെ അമ്മയെടുത്ത് കുറെ ലഡു ആട്ടി അങ്ങ് ചെന്ന്, എന്നിട്ട് അതിലും ഉണക്കമുന്തിരിക്ക് വെച്ചെറിഞ്ഞേ. അതെന്തിനാ? പിന്നെ 5 പിള്ളേരൊക്കെ ഒരു അലങ്കാരല്ലേ? ഇത് അലങ്കാരമല്ല, ഇത് നിന്റെ അഹങ്കാരം. അങ്ങനെ പറയില്ലേ, അങ്ങനെ പറയില്ലേ. ദൈവം തമ്പുരാൻ തന്നതാ. എന്തിനാണ് ഓരോന്ന് ഒപ്പിച്ചു വെച്ചത് ദൈവത്തിന്റെ തലയിലോട്ട് കൊട്ടുന്നത്? അങ്ങനെയല്ലത് ചേട്ടാ. എന്റെ 1ാമത്തെ കൊച്ചിന്റെ പേര് അജീഷ്, 2ാമത്തെ കൊച്ചിന്റെ പേര് പ്രജീഷ്, 3ാമത്തെ കുട്ടിയുടെ പേര് സനീഷ്, 4ാമത്തെ കൊച്ചിന് എന്റെ അച്ഛനാ പേരിട്ടത്. എന്നാ പേരിട്ടത്? ഫിനിഷ്. എന്നാ ഇപ്പൊ ജനിക്കുന്ന കൊച്ചിന് ഞാൻ പേരിടാം. ടു ബി കണ്ടിന്യൂ. ആരോട് പറയാ?
എന്റെ പൊന്നേട്ടാ ഞാനിവിടെ ടെൻഷൻ അടിച്ച് വന്നിരിക്കുക. ഒരു മോട്ടിവേഷൻ തരാമോ? മൂട്ടി വിഷം വെച്ചെടുക്കാം. ഞാൻ ആരുടെ തേളോ? അതല്ല ചേട്ടാ, ഒരു മോട്ടിവേഷൻ തരാം. എന്റെ ഇയാൾ ഇങ്ങനെ കിടന്ന് പേടിക്കല്ലേ? പേടിക്കത്തില്ല. ഉദാഹരണം, ജനിക്കാൻ പോണ കുഞ്ഞുങ്ങളെ കുറിച്ചുള്ള പ്ലാൻ ദൈവം തമ്പുരാന്റെ ഉണ്ട്. എന്റെ അമ്മ എന്നെ എന്റെ ദൈവമേ, ഒന്നുമില്ല, ഒരു കുടംപുളിയുടെ കേസ് കേട്ടോ. എന്റെ പൊന്നേട്ടാ പ്ലീസ് ഒരു മോട്ടിവേഷൻ. ആരെങ്കിലും ഒരാൾ ഒന്ന് ചുമ്മാ ഇരിക്കണോ? അകത്ത് കിടക്കുന്ന തന്റെ ഭാര്യക്കല്ലേ ഇരുത്താൻ ടെൻഷൻ? ആരുടെ ഭാര്യയ്ക്ക്? തന്റെ ഭാര്യ. എന്റെ ഭാര്യയ്ക്ക് അകത്ത് കിടപ്പില്ല. ഇല്ല, പിന്നെ താനാരാ? അയ്യോ, എന്നെ മനസ്സിലായില്ലേ? ഇല്ല. അയ്യോ, ഞാനല്ലേ ഇവിടെ പുതിയതായിട്ട് ജോയിൻ ചെയ്യാൻ വന്ന അസിസ്റ്റന്റ് സർജൻ. ഏതോ ഒരു തെണ്ടി ഞങ്ങളുടെ MD വിളിച്ചു പറഞ്ഞ് അവൻ ഇന്ന് പൂരാട നഷ്ടത്തിൽ സിസറിൻ നടത്തുന്നത്. അതിനുവേണ്ടി മാത്രം എന്നോട് പിടിച്ചുകൊണ്ട് നിർത്തിയേക്കുന്നത്. ആരാ തെണ്ടി എന്ന് അറിയുവാണെങ്കിൽ ചേട്ടാ അറിയാൻ എന്നോട് പറഞ്ഞതാ. സകലമാന ബഹുമാനത്തോടു കൂടി ഞാനൊരു കാര്യം പറയട്ടാ. ആ തെണ്ടി ഞാനാ. എന്തിന് എന്നോട് ഈ ചതിക്കല്ല? കാശിന്റെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ സർജ, ഈ നിങ്ങളുടെ കൂട്ടത്തിൽ തലമൂർത്ത സർജൻ ആരും ഇല്ലേ? ഉണ്ടല്ലേ? ഞങ്ങളുടെ വലിയ സർജൻ ഉണ്ട്. അയ്യോ എടാ, നമ്മള് വലിയ സർജൻ ഉണ്ട്. എന്നിട്ട് പുള്ളി എന്തിയേ? പുള്ളിക്ക് ഈ രാത്രി അന്തിക്കുരുടായോണ്ട് തുള്ളിമരുന്ന് ഒഴിക്കാൻ എന്റെ പൊന്നിയേട്ടന്മാരെ, 7 കൊല്ലം MBBS പഠിച്ചൊരു ഡോക്ടറാണ് ഞാൻ നേരെ അകത്തേക്ക് പോകുന്നു, ഒരു പരീക്ഷണം നടത്തുന്നു, തിരിച്ചു വരുന്നു. ടെൻഷൻ കൊണ്ട് പറഞ്ഞ അകത്ത് പോകുന്നു, ഒരു ഓപ്പറേഷൻ നടത്തുന്നു, തിരിച്ചു വരുന്നു. ഡോക്ടറെ ഒരുമിച്ച് വന്നേ. എന്താ ഏട്ടാ? ഇത് മലയാറ്റൂരിൽ നിന്ന് വെഞ്ചരിച്ചു കൊണ്ടുവന്ന പൊന്നും കുരിച്ച. ഇതെന്റെ ഭാര്യയുടെ കൈ വെച്ചു കൊടുക്കണം. എന്തിനാ? ഇനി അവളെ ദൈവത്തിനെ രക്ഷിക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെയൊക്കെ പറഞ്ഞ് എന്നെ ടെൻഷൻ അടിപ്പിക്കാതെ ഞാൻ അകത്ത്. അതെ, വിരോധമില്ലെങ്കിൽ ഓൾ ദ ബെസ്റ്റ് പറഞ്ഞു തരുമോ? ഹാപ്പി വിഷു. ചേട്ടായി, ഞാൻ കണ്ണൻ അങ്ങ് ഹൈറേഞ്ചിൽ നിന്ന് വരുവാ. എടാ, ഇതൊക്കെ എന്തിനാടാ ചെറുക്ക എന്നോട് നീ പറയുന്നത്? എനിക്ക് നിന്നോട് സംസാരിക്കാൻ താല്പര്യമില്ല. ഹായ് കണ്ണ, ഗ്ലാഡ് ടു മീറ്റ് യു. സുഖമാണോ? എന്നെ കാണിക്കുന്നത് ഇല്ലെങ്കിൽ ഞാൻ ചമ്മീന്ന് വെറുതെ അവര് വിചാരിക്കും. ചേട്ടായുടെ വീട് എവിടെയാ? കല്ലി പെൻസിലാണോ നിൽക്കുന്നത്? അതിനങ്ങനെ പറഞ്ഞേ? ഫ്ലൈറ്റിലാന്ന് പറഞ്ഞു. ഓ എടാ മറ്റവനെ, എടാ നിന്നോട് ഞാൻ അതാണോ പറഞ്ഞത്? എടാ, സ്റ്റേറ്റ്സ് എന്ന് പറഞ്ഞാൽ അമേരിക്ക. അമേരിക്ക? അതെ. കുട്ടവണിയുടെ ഭർത്താവ്. കുട്ടമണിയോ? കുഞ്ഞുമണി. പ്രസന്റ് സാർ, പ്രസന്റ്. അങ്ങനെ പറയാൻ പാടില്ല. അത്യാവശ്യമായിട്ട് ബ്ലഡ് വേണോ? അതല്ല, സിറിഞ്ച് വേണോ? അതല്ല. എന്നാ വേണ്ടേ? അതൊന്നുമല്ല. എന്നാ വേണ്ടേ? 2 മസാല ദോശ. അണ്ടേ, ഈ മസാല ദോശ എന്നെ എടുക്കാനാ? എന്റെ ഭാര്യക്ക് തിന്നെ. ഒന്ന് എന്റെ ഭാര്യക്ക്, ഒന്ന് ഇതാർക്കാ? ഒന്ന് എനിക്ക്. തനിക്ക് തിന്നാത്തിനാണോ? നിന്റെ ഭാര്യ ഇങ്ങോട്ടേക്ക് എനിക്ക് കൊതി വരത്തില്ലേ? എനിക്ക് തിന്നണം. രസായിരിക്കും. സിസ്റ്റർ, ആ 8ന്റെ സ്പാൻഡർ മേടിച്ചു പോയല്ലോ. ടെൻഷൻ, നേരത്തെ ടെൻഷന്റെ ഹാങ് ഓവർ. കുഴപ്പമില്ല, രസായിരിക്കും. ചിട്ടി വെച്ച കാശും കൊണ്ട് പ്രസവിക്കുന്നത് എന്നാ പറയാനാന്ന് പറ. ചേട്ടായിയെ, ചില്ലറ ഉണ്ടോ? 100 രൂപ. അവിടുന്ന് നിനക്ക് പൈസ തരാൻ ഞാനാരാ? നിന്റെ ചേട്ടായോ അല്ല അച്ചാച്ചനോ? പോടാ അവിടുന്ന്. എനിക്ക് നിന്നോട് സംസാരിക്കാൻ താല്പര്യമില്ല. തലതിൽ പറിക്കട്ടെ. ഇതിപ്പോ നമ്മളത് ഭാര്യയോട് അവിടെ ഇപ്പൊ നല്ല മഴയൊന്നും ഇല്ലെന്ന്. അത് അമ്മച്ചിയുടെ വീട്ടിൽ ഭയങ്കര മഴയും കാറ്റിലും. അല്ല, നീ ഇതാരോട് സംസാരിക്കും? ഇവിടെ ഇരിക്കുന്ന പള്ളിയോട്. പള്ളി നിന്റെ അച്ഛനൊന്നും അല്ലടാ. വന്നപ്പോൾ നീ തുടങ്ങിയതാ. നിന്നോട് മിണ്ടാൻ പാടില്ല, പറയാൻ പാടില്ല. നിന്നെ ഒരു കൊച്ചു TV ഉണ്ടെന്ന് പറഞ്ഞു. കൊച്ചു TV സാധനം? അയ്യോ, അത് ലാപ്ടോപ്പ്. എനിക്ക് പിന്നെ ഓർഡിക്കാന് 6 മണി തൊട്ട് ഞാനിവിടെ പോസ്റ്റ് അല്ലടാ. നിനക്കൊന്ന് സംസാരിക്കാൻ പാടില്ലടാ, ഒന്ന് സംസാരിക്കാൻ പാടില്ല. പിന്നെ എടാ, ഇങ്ങനെയൊക്കെ സംസാരിച്ചടാ. ഞങ്ങളൊക്കെ ഉണ്ടല്ലോ മഴ പോലത്തെ ഉരുളുപൊട്ടം ആണ്ട കേറി വന്നു. ഗീതയുടെ ഭർത്താവ് വരാ? ഗീതയുടെ ഭർത്താവ് ഞാനാ. നിങ്ങളാണോ? അതെ. ഓ മൈ ഗോഡ്. എന്നാ പറ്റി? അയ്യോ, ഒന്നും പറ്റിയില്ല. നിങ്ങൾ ഉണ്ടോന്ന് അറിയാണ്ട് വെറുതെ ചോദിച്ചാ. എന്റെ ഭാര്യ സീരിയസ് ആയിട്ട് നാളെ രാവിലെ കൃത്യം 6 മണിക്ക് ബ്ലഡ് കിട്ടണം. എത്ര ഇത് വേണം? ഓ പോസിറ്റീവ് ബ്ലഡ് വേണം. അയ്യോ, ഓ പോസിറ്റീവ് വേണ്ടല്ലേ? ഞാൻ കൊടുത്താൽ മതിയോ? തന്റെ ബ്ലഡ് ഗ്രൂപ്പ് ഏതാ? എന്റെ ഓ നെഗറ്റീവാ. ഓ നെഗറ്റീവ് അങ്ങനെ ശരിയാ. ഓ പോസിറ്റീവ് ബ്ലഡ് വേണം. അത് ശരിയാവും. നടുക്കൂടെ ഒരു വരയിട്ടാ പോരെ? രസായിരിക്കും, പക്ഷെ അത് ഇവിടെ വേണ്ട. ഇപ്പൊ ഞാൻ ബ്ലഡ് ഞാൻ എവിടെ പോയി ഒപ്പിക്കുന്നത്? എന്റെ ഓ പോസിറ്റീവ് ആണ്. പുള്ളിയുടെ ഓപ്പോസിറ്റീവ് ആണ്. അവന്റെ ബ്ലഡ് കിട്ടിയ രസായിരിക്കും. ഈ രസായിരിക്കും എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അവനും ഞാനും തമ്മിൽ ഉടക്ക. അതെനിക്കറിയേണ്ട കാര്യമില്ല. നിന്റെ പെണ്ണുമ്പളൊക്കെയാണ് ചോരാംശം. പോയി ചോദിക്കേ. എന്റെ ദൈവം, ഒരു കാര്യം. ഹലോ കണ്ണാ. അണ്ണല്ല കൊതുകിന് കൊടുത്താലും നിനക്ക് ഞാൻ തരത്തില്ലടാ. കൊതുകിന് കൊടുത്താലും കടിച്ചോ. ഈ ജില്ലയിലുള്ള സകല കൊതുകും കടിച്ചോ, നിനക്ക് തരത്തില്ലടാ. അല്ല, ഞാൻ നീ ഒന്നും പറയണ്ട. എടാ, നിന്നോടൊന്നും മിണ്ടാമെന്നപ്പോ നീ മിണ്ടാമെന്നോ? എടാ, ഇങ്ങനെ മനുഷ്യന്മാരോട് സംസാരിക്കുമ്പോഴാണ് ലോകം ഉണ്ടാകുന്നത്. എടാ, അങ്ങനെയാടാ ഈ കാണുന്ന ലോകം വളർന്നേക്കണം. മനസ്സിലായോ? ഞാനൊരു കാര്യം പറയട്ടെ. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അമേരിക്കയിൽ യുണൈറ്റഡ് കിങ്ഡം. ഞാനൊരു അവിടെ ടെൻഷൻ ബിസിനസിന്റെ എല്ലാം കൊണ്ട് പ്രഷർ ഉണ്ട്. എന്നോടൊരു സോറി പറ.
സോറി. എന്നോട് മിണ്ടുവോ? നിന്നെ മിണ്ടാം. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, നമുക്ക് രണ്ടുപേർക്ക് ഓ പോസിറ്റീവ് തപ്പാം. അയ്യോ, അപ്പൊ നിന്റെ ബ്ലഡ് എന്താ? എന്റെ AB പോസിറ്റീവ്. നിന്നോട് ഞാൻ ഇത്രയും നേരം കെഞ്ചിക്കൊണ്ടിരുന്നല്ലടാ. അപ്പൊ നീ എന്നെ വട്ട് കളിപ്പിക്കാനായിട്ട് നിന്റെ പോയാമത്. ഞാൻ തനി ചന്തയാണ് USA കിണ്ടുവാക്കാൻ അങ്ങ് മറ്റടുത്ത്. നീ എന്തിനാടാ പിന്നെ എന്റെ അടുത്ത് കള്ളത്തരം പറഞ്ഞത്? ചേട്ടായോട് കൂട്ടുകൂടാൻ. കൂട്ടുകൂടാനോ? കൂട്ടുകൂടാൻ ഞാൻ എന്ത് ചെയ്യാനടാ? പൂമ്പാറ്റല്ലേ അപ്പവും തൊപ്പുവാണോടാ? എന്തിനാടാ? എന്തിനാ ഊർക്കം വലിക്കുന്ന? ഒന്ന് ചെയ്യില്ലേ, ഒന്ന് ചെയ്യില്ലേ? അപ്പൊ കുറെ നേരമായി എനിക്ക്. അതെ മിസ്റ്റർ ഗീതയുടെ ഭർത്താവ്. ഗീതയുടെ ഭർത്താവ് ചത്തുപോയി. അതെ, നിങ്ങൾ ഇങ്ങനെ ഒച്ച വെക്കല്ലേ. എന്റെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്, അതിനകത്ത് മെസ്സേജ് ഇട്ട ബ്ലഡ് കിട്ടും. കിട്ടുമോ? ആ, അയക്കടാ. അതെ, ഞാൻ കണ്ണനായിരുന്നേ. നാളെ നമ്മുടെ സിറ്റി ഹോസ്പിറ്റലിലേക്ക് 1 കിലോ ഓ പോസിറ്റീവ് ബ്ലഡ് വേണമായിരുന്നു. ഒരു കുപ്പിയിൽ ഓ പോസിറ്റീവ് ബ്ലഡ്, ഒരു മൊന്തയിലോ എന്തോരാണ് വേണ്ടേ? 2 യൂണിറ്റ് ഓപ്പോസിറ്റ് ബ്ലഡ്. 2 യൂണിറ്റ് ഓ പോസിറ്റീവ് ബ്ലഡ് വേണമായിരുന്നു. പെട്ടെന്ന് കൊണ്ടുപോ കേട്ടോ. തരാന്ന്. സന്തോഷായോ? കണ്ട, എന്നോട് പറയണ്ടേ ബുദ്ധിമുട്ട്. ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുന്നത്. ഡോക്ടറെ പോലെ എന്തോ പോലെ ഡോക്ടർ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്തോ ഒരു റിക്വസ്റ്റ് ആണ്. പറഞ്ഞോ. എന്റെ ഭാര്യ പ്രസവിച്ചെന്ന് ഒരു കാരണം വെച്ചാലും അവൾ അറിയരുത്. അതെന്തിനാ? എനിക്ക് അവൾക്കൊരു സർപ്രൈസ് കൊടുക്കാനാ. സർപ്രൈസ് കൊടുക്കണം. ഒരു കാരണം വെച്ചാലും സിസേറിയൻ ചെയ്യുമ്പോ എന്റെ ഭാര്യക്ക് വേദനിക്കരുത്. ഒരിക്കലുമില്ല, ഞാൻ മയക്കിക്കോളാം. അവളെ മയക്കരുത്. അതിനാ അവള് കൂടെ ഇറങ്ങി വരും. എനിക്കറിയാം, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരിക്കലും മയക്കരുത് ഡോക്ടറെ. എന്റെ ഡിഫറെന്റ് ആയ ഭാര്യ. അയ്യോ, അതൊക്കെ തന്നെ രസമായിരിക്കും. പൊക്കോ. ചേട്ടായിക്ക് ഒരു ബുദ്ധിമുട്ട് വന്നപ്പോഴേക്കും ചേട്ടായി താറ്റിയ ഞാനല്ലേ ചേട്ടായി സഹായിക്കാൻ. എനിക്ക് ചേട്ടായുടെ അത്ര വിദ്യാഭ്യാസം പൈസ ഒന്നുമില്ല. ഞാൻ ചേട്ടനെ സഹായിച്ചോ? ചേട്ടായിക്ക് ഞാൻ കരിയാപ്പിലല്ലായിരുന്നു ചേട്ടായി. വെറും കരിയാപ്പിലല്ല, ഉള്ളിവടയിലെ കരിയാപ്പില. ഞാനാ ചേട്ടനെ സഹായിച്ചത്. നമ്മളൊക്കെ എന്ന് പറഞ്ഞ ഉരുള് പൊട്ടുന്ന സമയത്ത് നമ്മളും നമ്മുടെ കൂട്ടുകാരന്മാരും എന്റെ പൊന്നു ചേട്ടായിയെ എന്തോരം പേരെങ്ങനെ രക്ഷിച്ചിട്ടുണ്ടെന്ന് അറിയാമോ? നമ്മുടെ 10ാം ക്ലാസ് പഠിക്കുന്ന കൂട്ടുകാരായിരുന്നു എല്ലാത്തിനും. 10ാം ക്ലാസ്സിന്റെ കാര്യം പറയുമ്പോൾ ചേട്ടായിയെ ഒരുപാട് കാര്യം പറയാനുണ്ട്. 10ാം ക്ലാസ്സിൽ നമ്മുടെ ഹൈ റേഞ്ചിൽ പൂത്രിക്കോണം എന്ന് പറഞ്ഞ ഒരു പുഴയുണ്ട്. ചേട്ടായിയെ പൂത്രിക്കോണം പുഴ ചേട്ടായി കണ്ടിട്ടുണ്ടോ? കണ്ണീര് പോലത്തെ വെള്ള. ഈ പൂത്രിക്കോണം വെള്ളത്തിന്റെ അവിടെ എന്റെ പൊന്നു ചേട്ടായിയെ ഒരു വലിയ പുളിമരം ഉണ്ട് കേട്ടോ. ഈ പുളിമരത്തിന് ചേട്ടായി ഇങ്ങനെ 8 കണക്കുള്ള പുളി. ആ പുളി ഇങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ ബ്ലിങ് വീഴുമ്പോൾ ഞങ്ങൾ കൊട്ടയെ വാരിക്കൊണ്ട് പോകും. എന്റെ പൊന്നു ചേട്ടായി അങ്ങനെ അത് കൊണ്ട് കൊടുത്ത് ഒരു ദിവസം വരുമ്പോ ചേട്ടായിയെ ഞങ്ങൾ വലിയൊരു കുളിസീ കണ്ട്. ദൈവത്തെ ഓർത്ത് നീ ആ ഫോണിൽ അയച്ച ബ്ലഡിന്റെ മെസ്സേജ് ഡിലീറ്റ് ചെയ്യാമോ? അതുകൊണ്ടല്ല നീ എന്നെ ഇങ്ങനെ കൊല്ലാക്കൊല ചെയ്യുന്നത്. ചേട്ടയുടെ ഭാര്യക്ക് എന്റെ ഭാര്യക്ക് ബ്ലഡ് വേണ്ട. മഞ്ചാടിക്കുരു വരച്ച് ഞാൻ അവളുടെ കൈ വെച്ച് കൊടുത്തോളാം. എന്നാലും നിന്റെ ബ്ലഡിന് അവൾക്ക് വേണ്ട. എക്സ്ക്യൂസ് മീ, ആർക്കാണ് പൂരത്തിന് ആനയെ വേണ്ടത്? അല്ല, അപ്പൊ പൂരം നടത്താല്ലേ എന്നെ വിളിച്ചു? പൂരം നടത്താൻ നീ ആരാ? ജഗന്നാഥനോ? അപ്പൊ എന്നെ എന്തിനാ വിളിച്ചു വരുത്തിയേ? എന്റെടാ പൂരത്തിൽ പറഞ്ഞൊരു കുഞ്ഞിനെ വേണം. അയ്യോ, അതിനായിരുന്നോ? എന്റെ പൊന്നോ ചേർന്ന് മറന്നേ. വന്നവര് പോയവര് നിന്നവരല്ല പ്രാതമാരി. മിസ്റ്റർ ഹൈറേഞ്ച്, എന്തോ നിങ്ങളോട് വന്നപ്പോൾ ഒരു കാര്യം ചോദിക്കണം വിചാരിച്ചിരിക്കുക. എന്നാ ഡോക്ടറെ? നിങ്ങൾ വീട്ടിൽ നിന്ന് ഒറ്റയ്ക്കാണോ വന്നത്? ആ ചേട്ടായിയെ ഡോക്ടറെ അത് ഞാൻ പറയല്ല. വീട്ടിൽ ഭയങ്കര ദാരിദ്ര്യം. ചെറുപ്പം മുതലേ കഷ്ടപ്പാടുണ്ടായിരുന്നു ഒരുപാട്. 10ാം ക്ലാസ്സിൽ കരപ്പം വന്നുകൊണ്ട് സ്കൂളിൽ പോകാൻ പറ്റിയില്ല. ആർക്കോ അച്ഛന് കാച്ചിലിന്റെ പരിപാടിയാണ്. ചാച്ചാനെ സഹായിക്കാൻ വേണ്ടി ഞാൻ കൃഷിപ്പണിക്കറിയും. നമുക്ക് വിദ്യാഭ്യാസം ഇല്ലാത്തതുകൊണ്ട് നമുക്ക് എവിടെ നിന്ന് പെണ്ണിനെ കിട്ടാൻ ആഗ്രഹിക്കുമ്പോഴാ ഞാൻ കുഞ്ഞുമണിയെ കണ്ട്. അവൻ പോയി തമ്മി പോയല്ലേ ചെറുതായിട്ട്. നീ എങ്കിലും അണ്ണാക്കി നാക്കിട്ടിട്ട് മിണ്ടാതിരിക്കും. കുറെ നേരമായി വായിക്കുന്നു. കണ്ണീര് വന്ന് ഈ പീളെ നിൽക്കുക. അതുകൊണ്ട് ബാക്കി കഥ കേൾക്കാൻ ചക്കരു പൊന്നാച്ചോ. അച്ഛനെ ഇപ്പൊ കാണിച്ചില്ലോ മാമൻ. അച്ഛനെ ഇപ്പൊ കാണിച്ചില്ലോ. ഇങ്ങോട്ട് വന്നേ. കൺഗ്രാറ്റുലേഷൻസ്. എന്നാ പിടിച്ചോ. പൂരത്തിൽ പറഞ്ഞ പോൾസണോ? പൂരത്തിൽ പറഞ്ഞ പുരുഷൻ. ഏട്ടാ രാവിലെ മുതൽ ഈ പുരുഷന്റെ കാര്യം പറഞ്ഞോണ്ട് നിൽക്കുക. അപ്പൊ ഇതാണല്ലേ പൂരത്തിൽ പറഞ്ഞ പുരുഷൻ? പൂരം എന്ന് പറയുന്നത് കയ്യിൽ PP ഒന്നും ഇല്ലല്ലോ. ഇല്ലടാ, ജനിച്ചു വീണ കുഞ്ഞു ബെഞ്ചാമരായിട്ടും വരും. ഒരു കാര്യം പറയാം, ഭാര്യ കുഞ്ഞുമണി വളരെ ഹാപ്പിയാണ്. അയ്യോ, എന്റെ ഭാര്യയുടെ പേര് കുഞ്ഞുമണി എന്നല്ല. കുഞ്ഞുമണി തന്നെ അല്ല, എന്റെ ഭാര്യയുടെ പേര് ഗീത എന്നാ. ഡോക്ടർ, എന്റെ ഭാര്യയുടെ പേരാണ് കുഞ്ഞുമണി. നിങ്ങളുടെയാ കുഞ്ഞുമണി? ആ പൂരത്തിനെ അങ്ങോട്ട് മേടിച്ച് എനിക്ക് കിട്ടിയോ പൂരം പറഞ്ഞ പുരുഷൻ? അച്ഛൻ്റെ ആങ്ങൾ പൊച്ച എന്നാ പറയും. അപ്പൊ എന്റെ പൂരം ഏകദേശം സമയം ഒരു 12:40 നമുക്ക് പുതിയൊരു അവിട്ട് എടുത്താൽ.
പൂരം വരുന്ന പുരുഷൻ എങ്ങനെയുണ്ട്? രസായിട്ടുണ്ട്. നല്ലൊരു കൈയടി. രസായിരുന്നു ചേട്ടാ. പൊളിപ്പൻ സാധനമായിരുന്നു, പൊളിപ്പൻ. അടിപൊളി അടിപൊളി. ഇതിനകത്ത് എവിടെയാണ് എന്തൊക്കെയാണ് പറയാൻ പറ്റണില്ല, കാരണം അത്രക്ക് നല്ല സ്കിറ്റായിരുന്നു. എനിക്ക് ഒരിത്തിരി ഒരു നെഗറ്റീവായിട്ട് തോന്നിച്ചത് നിങ്ങളുടെ ഒരു ക്ലാരിറ്റി ഇല്ലേ, ക്ലാരിറ്റി അതെവിടെയൊക്കെ പോകണുണ്ടോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു. കാരണം സ്പീഡായതുകൊണ്ട് നിങ്ങൾ കാരണം അടിക്കടി തമാശകളുണ്ട്, ചിലതും നമ്മൾക്ക് മനസ്സിലാവാൻ പറ്റാതെ പോയി. അതെൻ്റെ മാത്രം ഒരു പ്രശ്നമാണോ എന്നറിയില്ല, എനിക്കങ്ങനെ തോന്നി. അത് മാത്രമേ എനിക്കൊരു നെഗറ്റീവായിട്ട് കാണാനുള്ളൂ. ബാക്കിയെന്ന് പറഞ്ഞാൽ എൻ്റെ പൊന്നളിയന്മാരെ അടിപൊളി സാധനമായിരുന്നു. ഞാൻ പറയട്ടെ, 3 ക്യാരക്ടറും നിങ്ങൾക്ക് പറ്റിയ ആൾക്കാരെ നിങ്ങൾ തന്നെ തിരഞ്ഞെടുത്തു എന്നുള്ളതാണ്. ചിലപ്പോൾ കൺഫ്യൂഷൻ വരും, ഞാൻ ചെയ്തോളാം, ഇതൊന്നുമില്ല, നിങ്ങൾക്കുള്ള സാധനം നിങ്ങൾ തന്നെ തിരഞ്ഞെടുത്തു. പിന്നെ കുറച്ച് ബ്രില്യൻ്റ് ആയിട്ടുള്ള കോമഡികൾ, കൗണ്ടറുകൾ ഉണ്ടായിരുന്നു. എനിക്ക് എസ്പെഷ്യലി പറയാനുള്ളത് അമലേ, എൻ്റെ പൊന്നളിയ ഒരു രക്ഷയില്ല നിങ്ങൾ. കാരണം ചില സിനിമകൾ നമ്മൾ കാണുമ്പോൾ വില്ലനെ ഇടിക്കടാ എന്ന് പറയുന്ന അത്രയ്ക്ക് നമ്മൾ ഇൻവോൾവ് ആകും ആ സിനിമയിൽ. അതേപോലെയാണ് ഇയാളുടെ കൂടെ. ഇയാളൊന്നും പറയണ കേൾക്കണില്ല, ഒരു പാവപ്പെട്ടവൻ. ഇയാളാണെങ്കിൽ ഭയങ്കര സംസ്കാരമുള്ളവൻ. അവസാനം ബ്ലഡ് ഗ്രൂപ്പ് വന്നപ്പോൾ, ഓ പോസിറ്റീവ് വന്നപ്പോൾ ഇയാൾക്ക് ചോദിക്കാണ്ടിരിക്കാൻ പറ്റുന്നില്ല. അത് കഴിഞ്ഞിട്ട് ഇവനൊരു എഴുന്നേൽപ്പുണ്ട്. അത് ഞങ്ങളിവിടെ പ്രതീക്ഷ അങ്ങനെ തന്നെ വേണോടാ എന്ന് ഞങ്ങള് ഇവരൊക്കെ ചിരിച്ചിരിച്ച് ഒരു രക്ഷയില്ല. വെള്ളം ചോദിച്ചു അത് തന്നെ. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇവര് പറയോട്ടായി. ഒരു രക്ഷയില്ല, കിടിലൻ. ഓൾ ദ വെരി ബെസ്റ്റ്. ചേട്ടാ ഒരൊറ്റ വിറ്റൊഴിച്ച് ബാക്കി എല്ലാം പുതുപുത്തനായിരുന്നു. അനീഷ് ബിനീഷ് ഫിനിഷ് എന്ന് പറഞ്ഞത് ഒഴിച്ച് നമ്മൾ കളിച്ചിട്ടുണ്ട്. അപ്പൊ എന്തായാലും അമലിനെ കാണുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ബിജുക്കുട്ടന്റെ കുട്ടിക്കാലമാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ആ ബിജുക്കുട്ടൻ തന്നെയാണ് അവിടെ എനിക്ക് ഓർമ്മ വന്നത്. കുട്ടിക്കാലം ഒന്നും പറയാനില്ല, പറഞ്ഞങ്ങോട്ട് പോവല്ലേ. പിന്നെ ഈ പറയുന്ന നിങ്ങൾ ഒരു കൗണ്ടർ അടിച്ചു കഴിഞ്ഞാൽ ഒരു ബ്രീത്തിങ് സ്പേസ് കൊടുക്കണം. അതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിരി വരികയാണെങ്കിൽ അല്ലെങ്കിൽ അടുത്തതിൽ മുങ്ങിപ്പോവും. സിനിമയിലാണെങ്കിൽ എല്ലായിടത്തും നമുക്ക് കാണാം, ഒരു 2 സെക്കൻഡ് അതിനൊരു ഇത് കൊടുക്കും. നിങ്ങൾ സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുക. അത് കുറവായിട്ടല്ല കേട്ടോ ഞാൻ പറയണത്, കാരണം നമുക്ക് രണ്ടാമത്തത് കേൾക്കാൻ പറ്റുന്നില്ല, അത്ര ചിരിയാണ് ഇവര്. അപ്പൊ ചില കാര്യങ്ങൾ ഞാൻ ഇവരോട് തന്നെ ചോദിക്കട്ടെ. ഇപ്പൊ ബിജുക്കുട്ടൻ പറഞ്ഞ പോലെ എനിക്ക് മനസ്സിലാവാതെ പോയിട്ടുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ സംഭവിച്ച വിറ്റുകൾ ചിലത് അപ്പൊ ഒരു സമയം കൂടി, ഒരു സെക്കൻഡും കൂടി ഒരു ഇത് കൊടുക്കണമെന്നുള്ള അപേക്ഷയാണ് കേട്ടോ. കാരണം അസാധ്യമാണ്, ഇതിനെ ബീറ്റ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണ് മറ്റൊരാൾ വന്നു കഴിഞ്ഞിട്ടുണ്ട്. കാരണം അത്രയും റേഞ്ചിലാണ് നിങ്ങൾ നിൽക്കുന്നത്. പക്ഷെ പൂർണ്ണത എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ, അത് നിങ്ങൾക്ക് എത്തിക്കാൻ പറ്റും. കാരണം ഇത്രയും കൗണ്ടറുകൾ ഉണ്ടാക്കാമെങ്കിൽ ആ പൂർണ്ണത വരുത്താൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ഒരു പോളിഷും കൂടി മാത്രമേ ഇതിന് ആവശ്യമുള്ളൂ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഗംഭീരമായിരുന്നു കേട്ടോ. ഗംഭീരം എന്ന് പറഞ്ഞാൽ നിങ്ങൾ തിരഞ്ഞെടുത്ത ആ ലേബർ റൂം ഒരുപാട് സ്കിറ്റുകൾ നമ്മൾ കാണാറുണ്ട്. അതിൻ്റെ ഫ്രണ്ടേജ്, അവിടെ നടക്കുന്ന സംഭവങ്ങളൊക്കെ ഇത് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടാണ് നിങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്, റൂട്ട് ചെയ്തിരിക്കുന്ന ആ രീതിയിലാണ്. പിന്നെ ഈ ക്ലാരിറ്റിയുടെ പ്രശ്നം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ക്ലാരിറ്റി ഇല്ലാതെ വരുന്നത് നമ്മൾ ടോൺ മാറ്റി ചെയ്യുമ്പോഴാണ് അത് ഏറ്റവും കൂടുതൽ അടിക്കുന്നത്. ടോൺ മാറ്റി നമ്മളൊരു മിമിക്രി ടച്ചുള്ള ഒരു വോയിസ് അതിൻ്റെ അകത്ത് കയറ്റിയല്ലേ, ആ ഭാഗത്താണ് ഇതിന് ക്ലാരിറ്റി കുറഞ്ഞു പോകുന്നത്. അതെപ്പോഴും ശ്രദ്ധിക്കണം. ആ ടോൺ അതിൻ്റെ ആവശ്യമില്ല, നമ്മുടെ നാച്ചുറലായിട്ടുള്ള ശബ്ദത്തിൽ തന്നെ ചെയ്താൽ മതി. അവിടെ ഒരു ടോൺ മാറ്റം വരുമ്പോഴാണ് ഈ ഒരു പ്രശ്നം വരുന്നത്. അപ്പം നമുക്ക് ഈ നല്ല കോമഡി ആയിരിക്കും, ചിലപ്പോൾ അതിലങ്ങ് മുങ്ങിപ്പോവും. സ്പീഡും ആ ടൈപ്പിൽ നിൽക്കുകയാണ്, നല്ല ടെമ്പോയിൽ നിന്നിട്ട് ഈ ടോണും കൂടെ മാറ്റുമ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ വ്യക്തമല്ലാതെ വരും. ആ ഒരു പ്രശ്നമേ ഉള്ളൂ. അപ്പോൾ അത് ശ്രദ്ധിക്കണം. പിന്നെ സ്കിറ്റിനെ കുറിച്ച് പറയാനുള്ളതെല്ലാം ഇവർ പറഞ്ഞു. ഞാൻ ഭയങ്കരമായിട്ട് ചിരിച്ചു, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല ടൈമിംഗ് ആയിരുന്നു നിങ്ങളുടെ ഈ ഒരു കാര്യങ്ങൾ ഒഴിച്ചാൽ. ഭയങ്കര രസമായിട്ട് ആ സൈലൻ്റായിട്ട് പറയുന്ന കൗണ്ടറുകൾ അതെല്ലാം കയറി 100-ലെത്തിയ സാധനങ്ങളാണ്. ഇതേപോലുള്ള ഗംഭീര സ്കിറ്റുമായിട്ട് ഇനിയും വരിക. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു നസീർക്ക. സ്കിറ്റിന്റെ മാർക്സ് ആരാണ് ആദ്യം കൊടുക്കുന്നത്? തിരിച്ചേട്ടാ എത്ര? 25,000. ഓക്കെ, ഒരാക്ഷേപവും ഇല്ലാതെ 25,000 എടുത്തു. വീശു രണ്ടാമതായിരുന്നു നസീർക്കാണോ? ഞാനാണ്. ഉറക്കല്ലേ? ഞാനും ആക്ഷേപമൊന്നും കാണിക്കുന്നില്ല. 25,000 ഞാനും കൊടുക്കുക. ടോട്ടൽ 50,000 രൂപയായിട്ടുണ്ട്. വിജയക്കുട്ടൻ ചേട്ടാ, എല്ലാം പ്രതീക്ഷയും നിങ്ങളിലാണ്. ബാക്കി ഞാൻ അയച്ചു കഴിഞ്ഞു. ടോട്ടൽ എമൗണ്ട് 1,00,000 രൂപയുടെ ഗോൾഡൻ അടുപ്പിച്ച് 3-4 പഞ്ചടിച്ചിട്ട് ഒരു ഗ്യാപ്പിന് ശേഷം തിരിച്ച് പഞ്ചിന്റെ പാതയിലേക്ക് വന്ന ടീം കോട്ടയം. നോക്ക്, എഴുന്നേറ്റ്
കോട്ടയത്തിന് ചാലക്കുടിയുടെ വക എഴുന്നേറ്റ് നിന്നുള്ള സ്നേഹം കിട്ടിയിട്ടുണ്ട്. ഒരു കാര്യം ചോദിച്ചോട്ടെ, ഞങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. എത്ര റിഹേഴ്സൽ ചെയ്തു നിങ്ങൾ ശരിക്കും? ഞങ്ങള് ഇന്നലെ ഈ സ്കിറ്റ് ഒന്ന് പൊളിക്കേണ്ടി വന്നു കേട്ടാ. സ്കിറ്റിങ് ഈ റൂട്ട് അല്ലായിരുന്നു. അപ്പം രാജേഷേട്ടനും ഞങ്ങളെല്ലാം കൂടെ ഇരുന്നിട്ടാണ് ഒന്ന് റൂട്ടാക്കി. പിന്നെ ഒരു രാത്രി 2:30 ഇരുന്ന് റൂമേഴ്സ് എല്ലാവരും കൂടെ ഇരുന്നാണ് ഇതൊന്ന് സെറ്റാക്കി തന്നത്. അപ്പം അതിൻ്റെയൊക്കെ ഒരു സത്യം പറഞ്ഞാൽ പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ ഇതൊരു 10 തവണ പോലും ഞങ്ങൾ പ്രാക്ടീസ് ആയിട്ടില്ല. ആ കുറഞ്ഞ സമയം കൊണ്ട് സെറ്റ് ചെയ്തെടുത്തൊരു സാധനമാണിത്. അല്ല, മോൻ ഇമോഷണൽ ആയത് ശരിക്കും സന്തോഷം കൊണ്ടല്ലേ? സന്തോഷം കൊണ്ടാണ്. കാരണം കഷ്ടപ്പെട്ടാൽ നമുക്ക് അതുപോലെ ചിരിച്ചു കരയാൻ പറ്റുമെന്നുള്ളതാണ് അല്ലേ? അമലെ പറ, എങ്ങനെ ഉണ്ടായിരുന്നു? സന്തോഷം. ഇത് 1 ലക്ഷം കിട്ടും ഓർത്തില്ലായിരുന്നു. വേണ്ടെങ്കിൽ തിരിച്ചെടുക്കാം. അങ്ങനെ ഓർത്തില്ലായിരുന്നു. അല്ല, ഇതിക്ക് മേലുള്ള പ്രസവാർഡ് ഇനി സ്വപ്നങ്ങളിൽ മാത്രം. ഇപ്പം ടീം കോട്ടയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു നമ്മുടെ പ്രേക്ഷകർക്കിടയിൽ ടീം കോട്ടയത്തിന് സ്കിറ്റ് അടിപൊളിയാണ് എന്നൊരു സംസാര വിഷയം നടന്നുകൊണ്ടിരിക്കുന്നത് ഈ സമയത്താണ് ഒരു പഞ്ചടിച്ചത്. നിങ്ങൾ ഇന്ന് നന്ദി പറയേണ്ടത് ചാലക്കുടിക്കാരോടാണ്. തീർച്ചയായിട്ടും നിങ്ങൾ പറഞ്ഞ ഓരോന്നിനും ഒരു ചിരിക്ക് രണ്ടാമത്തെ കൗണ്ടർ മിസ്സായി പോയെങ്കിലും അവർ ചിരിച്ചു. അതും കൗണ്ടർ ആയിരുന്നു. ചിലതൊക്കെ കേട്ടില്ല. എന്നാലും ഇരിക്കട്ടെ പിള്ളേർക്ക് ചിരി എന്ന് പറഞ്ഞ് അവർക്ക് ഒരു കൂടി നല്ല കൈയ്യടി കൊടുക്കണം കേട്ടോ. ഹാപ്പി. ജീവയുടെ നാളും കൂടി ഒന്ന് പറഞ്ഞിട്ട് പോ. എന്റേത് പുണർദം. ആയി ഉണരുന്നവരാണ്. ബിജുക്കുട്ടന്റെ എന്റെ പൂരുരുട്ടാതി. ഓ സംക്രാന്തിയുടെ അല്ല, നിന്റെ ആദ്യം പറ. അല്ല എല്ലാം അറിഞ്ഞിട്ട് ഞാൻ പറയാന്ന്. അല്ല, ചിലപ്പം 2 നാളുകൾ അടുത്തിരുന്ന പ്രശ്നം. അപ്പൊ നിന്റെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു. എന്റെ പൂയം ചെറുകടയോ ചോദി. ഓക്കെ, അപ്പൊ ഇവർക്ക് ഒരു നല്ല കാര്യം കൂടെ കൊടുത്തേ മക്കളെ. തിരിച്ച് പഞ്ചിന്റെ പാതിലേക്ക് എത്തി. അടുത്ത പഞ്ചിന് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ ചേട്ടായി. ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വേറെ. അടുത്ത സ്കിറ്റിന്റെ ടൈം അല്ല, ഒരു സ്പെഷ്യൽ പെർഫോമൻസ് ആണ് നിങ്ങൾക്ക് വേണ്ടി സ്പെഷ്യലായിട്ട്. നമ്മൾ 4 സുന്ദരി കുട്ടികളെ ഇറക്കിയിട്ടുണ്ട് മങ്ങാട്ടുകരയിൽ. അവര് സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഡാൻസ് ടീമാണ്. അടിപൊളി ഗൈസ്, ഞാൻ വിളിക്കട്ടെ അവരെ. വന്നിട്ട് ആരൊക്കെയാന്ന് പരിചയപ്പെടാം. ഒത്തിരി സ്നേഹത്തോടെ ലെറ്റ്സ് വെൽക്കം മങ്ങാട്ടുകര ലില്ലി പൂക്കൾ. എല്ലാവർക്കും ഫ്ലവേഴ്സ് കുടുംബത്തിലേക്ക്, ഇത് ഐറ്റം മേറയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഞാൻ നേരത്തെ പറഞ്ഞ 4 സുന്ദരി കുട്ടികളാണ് ഈ നിൽക്കുന്നത്. ലില്ലിപ്പൂക്കളുടെ പേരൊക്കെ ഒന്ന്. എന്റെ പേര് അമ്മണി. ഞങ്ങള് വന്നത് അങ്കമാലി മങ്ങാട്ടുകര. പിന്നെ ഞങ്ങള് വയസ്സ് 69. വയസ്സിലൊന്നും കാര്യമില്ല. എന്റെ അമ്മച്ചിയുടെ പേരാണ് അമ്മണിയമ്മ. പിന്നെ ഇതിന് ഞങ്ങളെ വീട്ടിലെല്ലാവർക്കും സപ്പോർട്ടാണ്. ഞങ്ങൾ ഇതിന് വന്നതിന് കുറച്ച് നാളുകളായി ഞങ്ങൾ ഇതിന് വേണ്ടിയിട്ടൊക്കെ ഇങ്ങനെ പോണു. അതിലൂടെ നിങ്ങൾ ഹാപ്പിയാണ്. അപ്പൊ ഞങ്ങളെ കൂടെ ഹാപ്പി ആക്കുക. എൻ്റെ പേര് ലൂസി. എനിക്ക് വയസ്സ് 62. മങ്ങാട്ടുകര ആണ് വീട്. ഞങ്ങൾ ഈ TV-യിൽ എന്നും ഇവരുടെയൊക്കെ പെർഫോം കാണുമ്പോൾ പ്രാർത്ഥിച്ചിട്ടുണ്ട് ഒന്നിവിടം വരെ വരാനായിട്ട്. ദൈവം ഞങ്ങൾക്ക് അതിന് വഴിയൊരുക്കാൻ ഒത്തിരി നന്ദി. ഓക്കെ, താങ്ക് യു. ഇതാരാ? എന്റെ പേര് ശോശാമ്മ ഔസേപ്പ്. ശോശാമ്മ. എനിക്ക് 72 വയസ്സ്. എന്റെ വീട്ടിലെല്ലാവരും എനിക്ക് സപ്പോർട്ടാണ്. അത് തന്നെ വലിയൊരു കാര്യമല്ലേ അല്ലേ? അതെ. അടുത്ത ആള്. എന്റെ പേര് മറിയാമ്മ. ഞാൻ ഒസാക്കയിൽ വർക്ക് ചെയ്യണു, അങ്കമാലി. ഇവിടെ നിങ്ങളെ കാണാൻ പറ്റില്ല, ഞങ്ങൾക്ക് സന്തോഷം. ഇതൊക്കെ ആരെ പഠിപ്പിച്ചു ഇങ്ങനെയൊക്കെ പറയണോന്ന് പറഞ്ഞ് നിങ്ങൾ ഇതാണ് നമ്മൾ ഒട്ടും സംസാരിക്കാത്ത ആളാട്ടോ. ആരെ പഠിപ്പിച്ചതെന്ന് ശരിക്കും? ആര് പഠിപ്പിക്കാൻ? മങ്ങാട്ടുകര വന്നോക്കെ ഞങ്ങള് സെലിബ്രിറ്റി ആയി കാണിപ്പോ. എനിക്ക് കണ്ടിട്ട് തോന്നുന്നത് എന്താന്നറിയല്ലോ, കൊച്ചുമോന്റെ ബർത്ത്ഡേക്ക് ചേഴ്ത്തിമാരൊക്കെ കൂടി വന്നേക്കണോ. ഞാൻ കേക്ക് കെട്ടി നിൽക്കുക. അതെ, അമേരിക്കന്ന് വന്നേക്കാ ലീവിന്. ഇപ്പൊ ഞങ്ങൾക്ക് വേണ്ടി എന്താണ് സ്പെഷ്യൽ ആയിട്ട് ചെയ്യാൻ പോകുന്നത്? ഞങ്ങള് ഗ്രൂപ്പ് ഡാൻസ് ആണ് ചെയ്യാറ്. ഞങ്ങൾക്കിടെ നാട്ടില് ഞങ്ങള് പല ആഘോഷങ്ങൾക്കും ഞങ്ങള് കളിക്കാറുണ്ട്. നിങ്ങൾ 4 പേരാണ് ടീം അല്ലേ? ഒരാളും കൂടി ഉണ്ടായിരുന്നു. ആ ചേച്ചിയുടെ മരുമകള് ഗൾഫിൽ പോയിരുന്നു. കുഞ്ഞു കൊച്ചുണ്ട്. അപ്പൊ അതിന് നോക്കാതിരുന്ന കാരണം ചേച്ചി വന്നില്ല. ഞങ്ങൾ ഈ 5 പേര് ഞങ്ങൾ ഒരു ഗ്രൂപ്പായിട്ട് പോകുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ പെർഫോമൻസ് ബാക്കി വിശേഷം അതിനുശേഷം. Ring a ding dong, really ding dong, ring a ding dong, really ding dong. Ring a ding dong, really ding dong, ring a ding
കട്ടെടുക്കേ വന്നടുക്കും പെമ്പറന്നോളെ സമ്മതമോ കന്മതമോ നിൻകട കണ്ണിൽ കട്ടെടുത്തോ കട്ടെടുത്തോ എൻ കിനാവും നീ കണ്ടെടുത്തോ വീണ്ടെടുത്തോ എൻ വിചാരം നീ മനസമ്മതപൂർണ്ണിൻ കൊതിപ്പോ കണ്ണിടുമ്പോൾ കുമ്പിടുമ്പോൾ ആ കിന്നാരം കാതിൽ കൊള്ളാൻ ഞാൻ എന്തെടുക്കെ വന്നടുക്കും പെമ്പറന്നോളെ സമ്മതമോ കന്മതമോ നിൻ കടക്കണ്ണിൽ കട്ടെടുത്തോ കട്ടെടുത്തോ എൻ കിനാവും നീ കണ്ടെടുത്തോ വീണ്ടെടുത്തോ എൻ വിചാരം നീ മനസമ്മതപൂർണ്ണിൻ കൊതിപ്പൂ കണ്ണിടുമ്പോൾ കുമ്പിടുമ്പോൾ ആ കിന്നാരം കാതിൽ ചൊല്ലാം ഞാൻ പൊന്തിവരും പൊൻകനവിൽ ചന്ദ്രികയിൽ നീന്തി വരും അന്നക്കിളി കൊഞ്ചലാണ് നീയും എന്റെ ഗീതകവും പൊന്തിവരും പൊൻകനവിൽ ചന്ദ്രികയിൽ നീന്തി വരും അന്നക്കിളി കൊഞ്ചലാണ് നീയും എന്റെ ഗീതകവും കുഞ്ഞിമണി കുഞ്ഞിറങ്ങി ചെന്നിറങ്ങും താഴ്വരയിൽ നിന്നെ കാത്തു നിന്നിരുന്നു ചെന്തളിരും മുന്തിരിയും എന്തെടുക്കെ വന്നടുക്കും പെമ്പറന്നോളെ സമ്മതമോ കന്മതമോ നിൻ കടക്കണ്ണിൽ കട്ടെടുത്തോ കട്ടെടുത്തോ എൻ കിനാവും നീ കണ്ടെടുത്തോ വീണ്ടെടുത്തോ എൻ വിചാരം നീ മനസമ്മതപൂർണ്ണിൻ കൊതിപ്പൂ കണ്ണിടുമ്പോൾ കുമ്പിടുമ്പോൾ ആ കിന്നാരം കാതിൽ ചൊല്ലാം ഞാൻ ചുണ്ടത്ത് ചെത്തിപ്പൂ ചെണ്ടു വിരിഞ്ഞു പല്ലാക്ക് മുക്കുത്തി കല്ലുമിനുങ്ങി കല്യാണ ചെമ്പൊന്നിൻ താലികിലുങ്ങി അല്ലിപ്പൂലോലാക്കിൻ ചേലുകിണുങ്ങി ഇനിയും വരാത്തതെന്തേ എൻ തുമ്പി നീ അരികിൽ വരാത്തതെന്തേ ഇനിയും വരാത്തതെന്തേ എൻ തുമ്പി നീ അരികിൽ വരാത്തതെന്തേ ചുണ്ടത്ത് ചെത്തിപ്പൂ ചെണ്ടു വിരിഞ്ഞു പല്ലാക്ക് മൂക്കുത്തി കല്ലു മിനുങ്ങി ഇനിയും വരാത്തതെന്തേ എന്തുമ്പി നീ അരികിൽ വരാത്തതെന്തേ ഇനിയും വരാത്തതെന്തേ എന്തുമ്പി നീ അരികിൽ വരാത്തതെന്തേ എനർജി എന്ന് പറഞ്ഞാൽ ഇതാണ് എനർജി. ഇവർക്ക് 4 പേർക്ക് ഒരു ഉഗ്ര കൈയടി. 4 പേർക്ക് കെട്ടിപ്പിടിച്ച് ചക്രമ കലക്കി. 16 വയസ്സുള്ള പിള്ളേര് ഇന്ന് ചെയ്യുന്ന പോലെ അല്ലേ അവര് മുക്കളിട്ട് ചിലപ്പോ. ഇതാരെ പഠിപ്പിച്ചത്? സ്വന്തമായിട്ട് പഠിക്കുമായിരുന്നോ? ഞങ്ങളുടെ വീടിന്റെ അടുത്ത് ഡാൻസ് പഠിച്ചൊരു കൊച്ചുണ്ട്. അപ്പൊ ആ കൊച്ചു വന്ന് ഞങ്ങളെ പഠിപ്പിച്ചു. അപ്പൊ അവര് പറഞ്ഞു, ചേച്ചി എനർജി ആയിട്ട് കളിക്കുമെങ്കിൽ മാത്രമേ സ്റ്റെപ്പ് എടുത്താൽ മതി എന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങളത് പഠിച്ചു. എല്ലാവർക്കും നല്ല എനർജി അല്ലേ? താങ്ക് യു. ചേട്ടാ, 2 കാര്യമാണ് നിങ്ങൾ ചെയ്യുന്നത്. ഒന്ന്,
സന്തോഷവതികളായിട്ട് ജീവിക്കുന്നു. കാരണം നിങ്ങളുടെ ഫിസിക്കൽ ഹെൽത്തും മെന്റൽ ഹെൽത്തും ഒക്കെ ഓക്കെ ഇരിക്കും. എത്ര വലിയ ആർട്ടിസ്റ്റ് വന്നാലും നിങ്ങൾ 4 പേര് കയറി പെർഫോം ചെയ്ത് അവരൊക്കെ അടി പോകും. താങ്ക് യു സർ. ഞങ്ങളുടെ എൻ്റെ ഒരു മെസ്സേജ് എന്ന് പറയണത്, ഞങ്ങളിലുള്ളവർക്കും മറ്റുള്ളവർക്കൊക്കെ രോഗമുണ്ട്. അവർക്കൊരു മെസ്സേജാണ് ഞങ്ങൾ. രോഗം ഉണ്ടായാലും നമ്മൾക്ക് കിട്ടുന്ന അവസരം പാഴാക്കരുത്. അല്ല, ഈ രോഗങ്ങളും ഒരുപക്ഷെ ഭയങ്കര മാജിക്കാണ്. ചിലപ്പോൾ കലയിലൂടെ കളയാൻ പറ്റും. നല്ല സെലക്ഷൻ പാട്ടുകളുടെ. കോസ്റ്റ്യൂമോ അല്ലേ? ആ പഠിപ്പിച്ച മോളാണ് ഈ പാട്ടൊക്കെ സെലക്ട് ചെയ്തത്? അല്ല, പാട്ട് ഞാൻ സെലക്ട് ചെയ്തു. കൊച്ചിനോട് സ്റ്റെപ്പ് പറഞ്ഞുതരാം. ആ ഡാൻസ് പഠിപ്പിച്ച മോളുടെ പേരോ? ഗീതിക ഒരു കൈയടി. ഗീതിക മഹേഷ്. അല്ല, എന്താ പറയുക, ഭയങ്കര മോട്ടിവേഷൻ ആണ്. അടുക്കളയിലല്ല നിൽക്കേണ്ടത്, രംഗത്ത് തന്നെ നിൽക്കേണ്ടത്. അത് ഭയങ്കര മോട്ടിവേഷനാണ്. ഓൾ ദി ബെസ്റ്റ്. ഡാൻസിനെ പറ്റി കൂടുതലായിട്ട് സംസാരിക്കാൻ ഞങ്ങളുടെ കൂട്ടത്തിൽ ഡാൻസ് പഠിച്ച, ഡാൻസ് കളിക്കുന്ന, ഡാൻസ് അറിയാവുന്ന ഒരാളെ വിളിക്കുകയാണ്. ചേട്ടൻ അലിയാസ് വിക്രം, പ്ലീസ്. ലില്ലിപ്പൂക്കൾ എന്തോ പൊളിച്ചടക്കി കളഞ്ഞു. ഞാൻ കരുതിയത് ഈ നമ്മുടെ ഈ കോസ്റ്റ്യൂമൊക്കെ കണ്ടപ്പോ ഞാൻ കരുതിയത് ഈ എന്താണ് മാർഗം കളിയൊക്കെ അതുപോലൊക്കെ ആയിരിക്കും അങ്ങനെയുള്ള. പക്ഷേ നമ്മളെ ഞെട്ടിച്ച് കളഞ്ഞു. കാരണം മണിച്ചേട്ടന്റെ പാട്ടൊക്കെ കളിക്കാന്ന് പറഞ്ഞാൽ നിസ്സാരമല്ല. ഞാൻ ചോദിക്കട്ടെ, ഇത് എങ്ങനെയാണ്, സ്റ്റേജിലാണ് കളിക്കുന്നത്? അല്ല, ഞങ്ങൾക്ക് അവിടെ ഒരു പരിശാളുണ്ട്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, വെളിയിലൊക്കെ പോകുമ്പോ? വെളിയിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഒത്തിരി പേര് ക്ഷണിക്കാറുണ്ട്. അമ്പലം, പള്ളി, വിവാഹത്തിന്, പിന്നെ എന്നാ പറയണ പ്രാർത്ഥനാ യോഗത്തിന് ഒക്കെ ഞങ്ങൾ വിളിക്കാറുണ്ട്. ഞങ്ങളെ എല്ലാ ഇതുവരെ ആർക്കും കണ്ടുകൂടായിരുന്നു. ഇപ്പൊ അതന്നെ അങ്ങനെ ഇതുവരെ അങ്ങനെ സ്വഭാവമായിരുന്നു. അല്ല, ഇവര് ഏത് പരിപാടിക്ക് പോയാലും കലക്കി തരും. കലക്കിന്ന് പറഞ്ഞാൽ കുളമാക്കുന്നല്ലോ. അതുകൊണ്ടാണ് ഇപ്പൊ ഇഷ്ടപ്പെടാൻ കാരണം. അല്ല, മറ്റേ ചേച്ചിക്ക് എന്തോ പറയാനുണ്ട്. എനിക്ക് വീട്ടിലൊരു 2 മക്കളാണ്, ഒരാണും ഒരു പെണ്ണും. അതെ, മോൻ എന്നെ ഭയങ്കര സപ്പോർട്ടാ. ഞാൻ 4 മണിക്ക് എനിട്ടിപ്പോ ആ കൊച്ചു എന്റെ കൂടെ എനിറ്റു. അമ്മ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും. എന്റെ ചെരുപ്പ് പിറകെ വശത്തായിരുന്നു. എന്നിട്ട് ആ ടോർച്ച് എടുത്ത് കൊണ്ടുപോയി അത് എന്റെ ചെരുപ്പ് ഫ്രണ്ടിൽ കൊണ്ടുവന്ന് തന്ന അമ്മ എനിക്ക് ടാറ്റയും തന്ന എന്നെ വിട്ട്. എന്റെ മോന്റെ മോൻ എൽദോ ജോസഫ്. തിരിച്ചു പോകുമ്പോ ഈ മോനെ കൂടി വേണമെങ്കിൽ കൊണ്ടുപോയിക്കോ. മോനെ കൂടി കൊണ്ടുപോയി. ആവശ്യമില്ല സാധനം അവരെടുക്കൂല. ബിജുക്കോട്ട ചേട്ടന്റെ ഇവരുടെ കൂടെ 2 സ്റ്റെപ്പ് വെക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? പിന്നെന്ത്? അതെന്ത് ചോദ്യം. ലില്ലിപ്പൂക്കൾ വരുന്നു. റോസപ്പൂ. ഒരു മധുരക്കിനാവിൻ ലഹരിയിലെങ്ങോ കുടമുല്ലപ്പൂ വിരിഞ്ഞു. അതിലായിരം ആശകളാലൊരു പൊൻവല നെയ്യും. തേൻ വണ്ടു ഞാൻ അലരേ, തേൻ വണ്ടു ഞാൻ. ഒരു മധുരക്കിനാവിൻ ലഹരിയിലെങ്ങോ കുടമുല്ലപ്പൂ വിരിഞ്ഞു. അതിലായിരം ആശകളാൽ ഒരു പൊൻവല നെയ്യും. തേൻ വണ്ടു ഞാൻ അലരേ, തേൻ വണ്ടു ഞാൻ. ഇത് നിസ്സാര ടീമല്ലട്ടാ, ഇത് വേറെ ടീമാണ്. ഇവരൊക്കെ 10 മിനിറ്റ് നിന്ന് കളിക്കുമെന്ന് എനിക്ക് തോന്നുന്നത്. ഞങ്ങൾ ഇത്ര അണച്ചിട്ടില്ല. ഇവര് കൂളായിട്ട് നിൽക്കുന്നു. അപ്പൊ ഒരിക്കൽ കൂടെ ഈ 4 പേർക്ക് ഒരു വലിയ കൈഡി കൊടുത്തേ. അപ്പൊ ഇതാണ് ഞങ്ങളുടെ മങ്ങാട്ടുകാരെ ലില്ലിപ്പൂക്കൾ. 4 പേരും ഞങ്ങളുടെ കുടുംബത്തിൽ വന്നു. ഇതിപ്പോ നമ്മുടെ കുടുംബമായി. നല്ല സ്റ്റെപ്പുകളായിരുന്നു കേട്ടോ. അത് ഇങ്ങനെ കാണിക്കുന്ന ഒരു സാധനം ഉണ്ടായിരുന്നില്ലേ? ബെസ്റ്റ്. ഒരു സാധനമായിട്ട് ഇതിങ്ങനെ പോയായിരുന്നു. ഇപ്പൊ അധികം സംസാരിക്കണ്ട, കുറച്ച് കഴിയട്ടെ.
നന്നായിരുന്നു. അഭിനയം അപ്പൊ ഇവർക്ക് 4 പേർക്ക് ഒരു നല്ല കൈഡി കൊടുക്കി കൂടെ കൊടുത്തേ. ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വേറെ. കൊച്ചുപ്രതികേട്ടനുണ്ട്, സുധീഷ് ഉണ്ട്, സൂര്യശ്രീ ഉണ്ട്. അടുത്ത സ്കിറ്റ് റെഡി, കൈയടി. മനസ്സ് അമ്മ മനസ്സ് മുറ്റത്തെ തുളസി പോലെ ഈ മുറ്റത്തെ തുളസി പോലെ. എടി മോളെ, നീ എന്തോ ഉദ്ദേശിക്കുന്നേ? കല്യാണം കഴിഞ്ഞിട്ട് ഒരു ഒറ്റ വർഷമേ ആകുന്നുള്ളെന്ന് നീ ആലോചിക്കണം. ഇവിടെ ആണെങ്കിൽ ചേരാത്തൊരു സുകുമാരക്കുറുപ്പിന്റെ ഫിഗറും പിടിച്ചോണ്ട് ഒരുത്തൻ ഇവിടെ ഇരുന്ന് വിഷമിക്കുക. അമ്മ ദോശ ദോശ തരാം. ദേ പെണ്ണെ, അയലോക്കക്കാര് മൊത്തവും ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട്. ദോശ എനിക്ക് ദോശ തരാന്ന് പറഞ്ഞില്ലയോ? ദേ, ജീവിതമാകുമ്പം ചട്ടിയും കലവും പോലെ തട്ടിയും മുട്ടിയെന്നും ഒക്കെ ഇരിക്കും. ചട്ടിയും കലൊക്കെ അവിടെ ഇരുന്ന് തട്ടിമുട്ട, ചട്നി എവിടെ ഇരിക്കണം അതൊന്ന് പറ. അതല്ലയോ ഈ ഇരിക്കുന്നത്? ആണോ? എടാ, ഞാൻ ഇത് ആർക്ക് വേണ്ടിട്ടാ ഈ വിളിക്കുന്നത്? നിനക്ക് വേണ്ടിയാണോ ഞാൻ ഈ വിളിക്കുന്നേ? എനിക്കറിയാം. അവളെന്നാ പറഞ്ഞമ്മ? അവള് വരത്തൊന്നുമില്ല. അവൾ അവിടെ ഇരിക്കത്തേ ഉള്ളൂ. ഞാൻ പറഞ്ഞ മര്യാദയ്ക്ക് ഇങ്ങോട്ട് വരാനായിട്ട്. അവൾ അവിടെ ഇരിക്കട്ടെ. ഞാനേ അവക്കടെ കെട്ടിയവനാ. ഞാൻ അവക്കടെ പുരുഷൻ. ഇതൊക്കെ കാണുമ്പോ നിങ്ങൾ വിചാരിക്കും ഇവൻ എന്റെ മോനും എന്റെ മരുമോള് പിണങ്ങി അവന്റെ വീട്ടിലും പോയിരിക്കുവാന്ന്. അതൊന്നും അല്ല കാര്യം. ഇതെന്റെ മരുമോനാ. എന്റെ മോളെ കൊണ്ടുപോയി അവന്റെ വീട്ടിൽ നിർത്തിയിട്ട് അവന്റെ അച്ഛനോടും അമ്മയോടും വഴക്കും ഉണ്ടാക്കി എന്റെ കുടുംബത്ത് വന്ന് ഇരിക്കുവോ ഇവൻ? എടാ, ഇങ്ങനെ അച്ഛൻ വീട്ടിൽ കയറി കിടക്കാൻ നിനക്ക് നാണം ഉണ്ടോടാ? നിനക്ക് നാണം ഉണ്ടോ? ഈ നാട്ടുകാരെന്തോ വിചാരിക്കുവാടാ? ഇതുപോലെ നാട്ടുകാർ കേട്ടില്ലേ? തള്ളേറ്റിട്ട് നാട്ടുകാരെ മൊത്തം കേൾപ്പിക്കുവോ? എടാ, ഇതൊക്കെ നാട്ടിൽ കേട്ടുകഴിയുള്ള വല്ല കാര്യമാണോ ഇത്? അല്ല, സാധാരണ പെണ്ണുങ്ങൾ ആണുങ്ങളുടെ കുടുംബത്തേക്കേ വന്നേ. ഒരു വെറൈറ്റി കണ്ടന്റ് വേണ്ട, അതല്ല ഞാനിവിടെ വന്നിരിക്കണത്. ഭയങ്കര ഒരു വെറൈറ്റി ആയത്. എടാ, അച്ചി വീട്ടിൽ കയറി കിടന്ന് കള്ളച്ചോറും തിന്ന് നടക്കാൻ നിനക്ക് നാണം ഉണ്ടോടാ? എന്താ പറഞ്ഞേ? കള്ളച്ചോറ്? ഇല്ല തള്ളേ, നിങ്ങൾ നല്ല ചോറ് ഉണ്ടാക്കി തരണം. നല്ല ചോറ് എനിക്ക് തിന്നണമെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ കള്ളച്ചോറ് തിന്നോളൂ. ദൈവമേ, ഇനി ഞാൻ വണ്ടിച്ചോറാന്ന് പറയും. നിനക്ക് അത്രയ്ക്ക് ബുദ്ധിമുട്ടാണ്, നീ അങ്ങ് പോടാ നിന്റെ വീട്ടിലോട്ട്. നീ പോനീ. എനിക്ക് അങ്ങനെ ഇവിടെ കിടക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ പോവും. എനിക്ക് പോവാനറിയാം. ടാറ്റ മക്കള്, ചെല്ല്. ടാറ്റ ഒന്നുമല്ല, ഞാൻ പോവും. എന്തുവാടാ നിന്ന് തിരിഞ്ഞ് കറങ്ങുന്ന? എന്തോത്തിനാ അവിടെ? ഊന്ന് പറഞ്ഞും പോയി. ദൈവമേ, ഇപ്പൊ എന്ത് ചെയ്യും? ഞാൻ പൊക്കോളാം. ഞാൻ പോവൂന്ന് പറഞ്ഞാ പോവും, ഉറപ്പ്. എങ്ങനെ പോവും? എന്തേ? ഞാൻ ആ ചട്നി ചാടി ആ ഷർട്ട് കഴുകാൻ വേണ്ടി വെച്ചേക്കുമല്ലേ. എവിടെ ചട്നി ചാടിയെന്ന്? അപ്പൊ ചട്നി ചാടാത്താണോ കുഴപ്പം? ഇനി കഴുകാലോ. കഴിഞ്ഞ 1.5 മാസമായിട്ട് ഇവനോട് കുടുംബത്ത് പോടാന്ന് പറയുമ്പം ഇട്ടിരിക്കുന്ന തുണി വരെ ഊരി വെള്ളത്തിൽ മുക്കി ഇടുന്നവനായവൻ. ഇതെല്ലാം കൂടെ വാരിയിട്ട് ഞാൻ കത്തിക്കും പറഞ്ഞേക്കാം. അയ്യേ, നനഞ്ഞ തുണി കത്തൂലേ. നീ എന്നെ പഠിപ്പിക്കാൻ നീ വരരുത് കേട്ടോ. അതെ, അവളെ വിളിച്ച്. എനിക്ക് സൗകര്യമില്ല, വേണം നീ വിളി. ഓ എന്റെ ദൈവമേ. പൊന്നോ, എന്നാടി ഞാൻ നിന്നോട് പറഞ്ഞല്ലേ ഇങ്ങോട്ട് വരാൻ ഞാൻ പറഞ്ഞല്ലേ? എന്റെ തന്ത എവിടെ? തന്ത വൈബ്. തന്താസ്, നിങ്ങൾ എന്നാ പറഞ്ഞേ? ഞാനിവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ കിടന്ന് നരകിക്കുമെന്നോ? നിങ്ങൾ വീട് എന്ന് പറഞ്ഞ് കേട്ടോ? ഇതേ നോക്ക്, ഇതാണ് വീട്. അത് കാരാഗ്രഹം. എനിക്കിവിടെ എന്നൊക്കെ തിന്നാൻ തന്നെ അറിയാമോ? 4 മുട്ട പുഴുങ്ങിയത് ഡെയിലി, ഏത്തപ്പഴം പുഴുങ്ങിയത്, പിന്നെ മുട്ടയും പാലും. അമ്മ ഒരു ഗ്ലാസ് പ്യാലേ. നിങ്ങൾ ഈഗോ അടിക്കാൻ വേണ്ടിയിരുന്നു. ഈഗോ അല്ല പിന്നെ. എടാ അമ്പിളിക്കുട്ട, കഴിഞ്ഞ 1.5 മാസമായിട്ട് നീ ഈ വീട്ടിൽ വന്ന് കയറിയതിന് ശേഷം ഈ നീളത്തിലെ ഇവിടെ കറണ്ട് ബില്ല് വന്നോണ്ടിരിക്കുന്നത് അറിയാവോ? അതിനെന്ത് വന്നോ? മര്യാദയ്ക്ക് കൊണ്ടുപോയി ബില്ലടച്ചോണം. ഞാൻ പോവില്ല, എനിക്ക് നാണക്കേടാ. നാണക്കേടോ? എന്തോത്തിന്? പിന്നെ എന്റെ അത്ര നീളമുള്ള കറണ്ട് ബില്ല് കൂടെ പോകുന്ന നേരത്തെ ആൾക്കാർ എന്നെ കളിയാക്കുന്നു. എന്റെ ദൈവമേ, ഇങ്ങനെ ഒരുത്തനെ ആന്നല്ലോ എന്റെ മോക്ക് മരുമോനായിട്ട് കിട്ടിയത്. എടാ മക്കളെ, നമ്മൾ ജീവിക്കണമെന്നുണ്ടെങ്കിൽ വല്ല തൊഴിലിന് പോണം. എടാ, ഒരു കൂലിപ്പണിക്കെങ്കിലും ഒന്ന് ഇറങ്ങി പോടാ നീ. ഞാൻ പണിക്ക് പോവാത്താണോ ഇവിടെ പ്രശ്നം? അതൊരു പ്രശ്നമല്ലയോ? നാളെ മുതൽ എനിക്ക് കട്ടിലിന്റെ പണിയാ. കട്ടിലിന്റെ പണിയോ? കട്ടിലിന് എന്നാ പണി? അതൊരു മൂലയ്ക്ക് കിടക്കും. ഞാനും ആ മൂലയ്ക്ക് കട്ടിലുമ്പോ പോയി കിടക്കുക. എനിക്ക് ഭക്ഷണം അങ്ങോട്ട് തന്നായി, നമ്മള് ഹാപ്പി. എടാ, എനിക്ക് ഇപ്പോഴാടാ മനസ്സിലായത്. കഴിഞ്ഞ 1.5 മാസമായിട്ട് നിന്നെ ഒന്നും തിരക്കി ഒരുത്തനും ഈ വീട്ടിൽ വരാത്ത എന്തുകൊണ്ടാന്ന് എനിക്ക് ഇപ്പൊ മനസ്സിലായി. അമ്മ, ആന്റെ മുറ്റത്ത് കലപ്പയേന്തിയ കർഷകൻ. കലപ്പയേന്തിയ കർഷകനല്ല, നിന്റെ അച്ഛൻ. അതുകൊണ്ടാ വരുന്നത്. എടാ, നിനക്ക് ഇന്ന് അടിയടി പൂരം പൊടിയേരി കഞ്ഞിയാടാ. പൊടിയേരി കഞ്ഞിയാണെങ്കിൽ വൈകുന്നേരം കടുമാങ്ങുണ്ടെങ്കിൽ നമ്മൾ പൊളിക്കും. അയ്യോ, എവിടെങ്കിലും ഒരിടത്ത് നിക്ക്. ഞാൻ എന്നോട് തന്നെ പറഞ്ഞു, ഈ മൊനമ്പ് നോക്കി വന്നപ്പോ തല കറങ്ങണ്.
മോഹനം കൊച്ചേട്ടാ. നീ എന്നെ മോഹനം കൊച്ചാട്ടാന്ന് വിളിക്കല്ലേ ഗോമതി. എടാ മോഹന. എടാ മോഹനം അങ്ങനെയും വിളിക്കരുത്. ഞാനൊരു ബന്ധം പുതുക്കാൻ വേണ്ടി ഇങ്ങോട്ട് കേറി വന്നതല്ല. മോൻ എവിടെ? കഴിഞ്ഞ 1.5 മാസമായിട്ട് നിങ്ങളുടെ കൊച്ചി ഇവിടെ ഉണ്ട്. ഏതെങ്കിലും ഒരുത്തൻ അവിടെ അന്വേഷിച്ചു വന്നോ? അതുകൊണ്ടല്ലേ ഞാൻ ഇപ്പൊ അന്വേഷിച്ചു വന്ന് അവനെ നിന്നെ കൊണ്ടുപോകാൻ വേണ്ടി വന്നേ. ഞാൻ അന്വേഷിച്ചു വന്നു നോക്ക്. നമ്മള് പുളിക്കും കൊണ്ട് തുടങ്ങി ഞാൻ പാടില്ല. മോനെ അച്ചായി, മോനെ അച്ചായി, മോനെ. അച്ചായിക്ക് എന്നെങ്കിലും എന്നോട് പറയാനുണ്ടോ? പറയാനുണ്ട്. എന്നാ? നിനക്ക് നാണവും മാനവും ഇല്ലേടാ? എന്റെ അച്ഛനാരാ? ഞാനാ. പിന്നെ ഈ പറഞ്ഞ സാധനം എങ്ങനെ ഉണ്ടാവും നാണവും മാനവും? നോക്കി ഈ മൊയ്തീന്റെ ഫിഗറുള്ള യവൻ പറയണ കേട്ടാ ഇത്. നീ കേട്ട ഗോമതി? എടാ ഞാൻ അതല്ല പറഞ്ഞത്. നീ എന്താണ് ഈ അച്ചുവിട്ടി ഇങ്ങനെ കിടക്കാൻ? നിനക്ക് നാണവും മാനവും ഇല്ലേന്ന് പറയണ ആള് ബെസ്റ്റാ. അമ്മച്ചിക്കറിയാമോ, എന്റെ 5-ാമത്തെ വയസ്സ് വരെ അമ്മയുടെ വീട്ടിലാണ് ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്നത്. ഒരു ദിവസം അവിടെ വെള്ളപ്പൊക്കം വന്ന് വീട് ഉൾപ്പെടെ എടുത്തുകൊണ്ടുപോയി. നേരെ ആൾക്കാരൊക്കെ എങ്ങനെ കൂടി സ്കൂളിൽ ക്യാമ്പ് ചെയ്തു. ഒരു കാരണവുമില്ലാതെ വെറുതെ തള്ളിക്കേറി അങ്ങോട്ട് ചെന്നേക്ക. അവിടെ താമസിച്ച അവസാനം അടിച്ച് പുറത്താക്കിയതായി പുള്ളിനെ. അതോടെ നിന്റെ അമ്മയുടെ പരാതി തീർന്നല്ലേ? എന്ത് പരാതി? സ്കൂളിന്റെ പടിവാതിൽ കണ്ടിട്ടില്ല എന്നുള്ളത്. പാരമ്പര്യമായിട്ട് നിങ്ങൾ അച്ഛ വീട്ടിൽ പൊറുതിക്കാരാ എല്ലാവരും അല്ലേ? മതി, പാരമ്പര്യമായിട്ടല്ല. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇതെന്റെ മോനല്ല. അതല്ലെന്ന്, ഇത് എന്റെ സ്വഭാവം ഒന്നും യവന് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. യവ ഏതേലും കുടുംബത്ത് കേറിയോ ആ കുടുംബം തൊലയ്ക്കാതെ യവ ഇറങ്ങൂല. വെറുതെ പറയണത് ഒരു കാര്യമില്ല, വെറുതെ പറയണം. വെറുതെ പറഞ്ഞോ ഗോമതി? നമ്മുടെ കുടുംബക്ഷേത്രത്തിൽ ഉത്സവം നടക്കുവാണ്. അങ്ങനെ 9 ദിവസം സമൂഹ സദ്യ ഉണ്ടെന്ന്. ആ 9 ദിവസം ഒരു നാണവും ഇല്ലാതെ അവൻ പോയി സമൂഹ സദ്യ തിന്നിട്ട് 10ന്റെ അന്ന് അമ്പലത്തിൽ ചെന്നിട്ട് പറയാം അവന് കുടുംബസ്വത്ത് കൊടുക്കണമെന്ന്. അവസാനം പോറ്റി കിണ്ടിക്കറിഞ്ഞ ഇവനെ ഓടിച്ചത് ഇവനെ. അല്ല, ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ എന്റെ മോഹനം കൊച്ചേട്ടാ, കല്യാണത്തിന് മുമ്പ് ഈ ചെറുക്കൻ ഒരു തൊഴിലിനും പോയിട്ടില്ലയോ? ആര് പറഞ്ഞു ഇവനെ ഞാൻ ദുബായിൽ കയറ്റി വിടാൻ നോക്കിയടാ നിന്നെ? എന്റെ അമ്മ ഞാനത് പോവാത്ത എന്റെ കുഴപ്പം കൊണ്ടല്ല. മിനിമം നമ്മൾ നാട്ടിൽ നിന്ന് ഒരു സാധനം ദുബായിക്ക് കയറ്റി വിടണമെങ്കിൽ മിനിമം 30 കിലോ ഭാരം വേണം. അതെനിക്ക് ഇല്ലാത്തത് എന്റെ കുഴപ്പമാണോ? അതും പോട്ടെ, ഇവന് ഈഗോ ആണ് ഭയങ്കര. ഞാൻ വീട്ടിൽ കുളിക്കാൻ കയറുമ്പോ ഇവന് ഭയങ്കര കുളിച്ചിട്ട് അന്ന് കേൾക്കണം. ഞങ്ങൾ വീട്ടിൽ കുളിക്കാൻ കയറുമ്പോ ആദ്യം ഈ പുള്ളി കയറും. പുള്ളി കയറിയിട്ട് ഷവർ ഓൺ ചെയ്തിട്ടുണ്ട് ഇങ്ങോട്ട് ഇറങ്ങിപ്പോരും. അതൊക്കെ ഒരു നിസാര കാര്യമല്ലയോ മക്കളെ? ഷവർ നിങ്ങൾക്ക് നിസാരം, എനിക്കത് നയാഗ്ര വെള്ളച്ചാട്ടം. ആ കഥ കറച്ചിട്ടേക്കണ കാരണം ഞാൻ അവിടെ കിടന്ന് കറങ്ങണത്. ഡോറിങ്ങും തുറന്നിറങ്ങി ഒഴുകി പീച്ചി ഡാമിലെത്തിയ ഞാൻ, അറിയാവോ? എടാ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നീ വീട്ടിലോട്ട് വരുന്ന 1.5 മാസമായി, നീ വരുന്നുണ്ടോ ഇല്ലയോ? ഈ 1.5 മാസമായിട്ട് നിങ്ങൾ ഇത് എവിടെ പോയി കിടക്കാറുണ്ട് എന്നെ തിരക്കാട്ട്? ഞാൻ ഇങ്ങോട്ട് വരാൻ വേണ്ടി നിന്നപ്പോ തേങ്ങ അറത്താൻ വേണ്ടി തെങ്ങിന് കയറിയപ്പോ തെങ്ങിന് ഞാൻ വീണു. നിന്റെ അമ്മ ഇപ്പൊ ഐസിയൂല. നിങ്ങൾ തെങ്ങ കയറിയതിനെ എന്റെ അമ്മ ഐസിയു കയറുന്ന എന്തിനാണ്? നിന്റെ അമ്മ താഴെ നിന്ന് തേങ്ങ പറക്കിക്കൊണ്ടിരിക്കുക. ഞാൻ വന്ന് വീണ നിന്റെ അമ്മയുടെ പെടലില്ലല്ലയോ? അങ്ങനെ ഒന്ന് സുഖമായിട്ട് വന്നതിന് ശേഷം ഓട് മാറിക്കൊണ്ടിരുന്നപ്പോ നിന്റെ അമ്മ ഇപ്പൊ ഐസിയൂലായി. ഈ ഓട് മാറിയാൽ എന്തിനാ ദൈവമേ എന്റെ അമ്മ ഈ ഐസിയു കയറുന്നത്? അല്ല, ഓട് എടുത്തു തന്നോണ്ടിരുന്ന നിന്റെ അമ്മയില്ല. അങ്ങനെ ഓട് തലേ വീണ അമ്മ ഐസിയു. നീ വരുന്നോടാ വീട്ടിൽ ഓടിടും? മറ്റേ ഞാൻ വരുന്നില്ല, ഞാൻ ഒരു സ്ഥലത്തേക്കും വന്നില്ല. ഈ അച്ഛ വീട്ടിൽ കിടക്കാൻ നീ വീട്ടിലോട്ട് പാടാ. പെണ്ണവിടെ കാത്തിക്കുന്നു. ഒരു കാര്യം ഞാൻ പറയാം, ഞാൻ വരുന്നില്ല. ഉറപ്പാണോ? ഉറപ്പ്. അന്നാ ഞാൻ ഒരു കാര്യം പറയാം. നീ അങ്ങോട്ട് വന്നില്ലെങ്കിൽ നിന്റെ പെണ്ണും പിള്ളയും നല്ലൊരു ചെറുക്കനെ കൊണ്ട് ഞാൻ കെട്ടിക്കും. അവക്കും വേണ്ട ഒരു ജീവിതം. എന്താ പറഞ്ഞു? നല്ലൊരു ചെറുക്കനെ കൊണ്ട് ഞാൻ കെട്ടിക്കും, എന്റെ സ്വത്ത് വെച്ച്. ഉറപ്പാണോ? ഉറപ്പ്. എടാ മക്കളെ അമ്പിളിക്കുട്ട, അങ്ങനാണെങ്കിൽ നീ ഈ പടി ഇറങ്ങി പോരുത്. നീ ഇവിടെ താമസിക്കും. എന്നാന്ന്? ആ മക്കൾ ഇവിടെ താമസിക്കുമെന്ന്. തന്തേ തന്തേ തന്തേ, ഇതാണ് സ്നേഹം കേട്ടോ. ഇങ്ങനെ വേണം മക്കളെ സ്നേഹിക്കാൻ. എന്റെ അമ്മക്ക് ഞാനെന്ന് വെച്ചാൽ ജീവനാ. എന്റെ സ്നേഹം അറിയാവോ? ആ കട സ്നേഹം. എന്റെ മോക്ക് നല്ലൊരു ജീവിതം കിട്ടുന്നെങ്കിൽ കിട്ടാൻ വേണ്ടി ഞാൻ അതങ്ങ് സമ്മതിക്കും. പിന്നെ എന്നോട് ഇവിടെ നിൽക്കാൻ പറഞ്ഞു. നീ അതിനുശേഷം പുറത്താ, കടക്കു പുറത്ത്. അച്ഛാ അവനാന്ത് ചെയ്യും? അച്ഛാ കുച്ച, നീ വീട്ടിലോട്ട് വരുന്നോ അതോ അവളെ വേറെ കെട്ടിച്ചു വിടണോ? എന്നാ രണ്ടുപേരോട് ഞാൻ കൂടി എന്റെ ഒരു തീരുമാനം പറയാം. അച്ഛനാ ബാഗെടുത്തുകൊണ്ട് പറയാം, ഞാൻ ആ ബസ് സ്റ്റോപ്പിൽ കാണുവേ. ഗോമതി, എന്തോ മോനെ കൊച്ചേട്ടാ, നമ്മള് പ്ലാൻ ചെയ്തത് പോലെ തന്നെ നടന്ന്. അല്ലെങ്കിലേ യവ ഈ വീട്ടിൽ പോകൂലെന്ന് എനിക്കറിയാം. അതാണ്. നല്ലൊരു കൈയ്യടി വരട്ടെ ചേട്ടാ. സുധീഷേ, പ്രദീപ്, സൂര്യശ്രീ നന്നായിരുന്നു കേട്ടാ. നല്ല സ്കിറ്റായിരുന്നു. കണ്ടന്റ് തന്നെ ഒരു പുതിയ ഒരു കണ്ടന്റ് ആയിരുന്നു തോന്നുന്നു. കാരണം സാധാരണ നമ്മളൊക്കെ ഈ പെൺകുട്ടി പിണങ്ങി പെണ്ണിൻ്റെ വീട്ടിൽ പോകുന്ന ഒരു ഇത് നമ്മൾ സ്ഥിരമായിട്ട് കണ്ടിട്ടുണ്ട്. ഇത് ആദ്യമായിട്ടാണ് ഒരാണ് പിണങ്ങിയിട്ട് പെണ്ണിൻ്റെ വീട്ടിൽ വന്ന് നിൽക്കുക. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ആ ട്വിസ്റ്റ് നല്ല രസമായിരുന്നത്. പ്രദീപ് ആണ് എന്നെ നെടുന്തൂണായിട്ടിരുന്ന് കളിച്ചത്. കാരണം എനിക്ക് തോന്നുന്നു ആ ഗെറ്റപ്പ്, ഈ അപ്പിയറൻസ് ഗംഭീരം ഉണ്ടാ. ഒരു പണിക്കും പോകാത്തൊരു മനുഷ്യൻ. ഭയങ്കര രസമുണ്ടായിരുന്നു. നല്ല കോമഡികൾ ഉണ്ടായിരുന്നു. സുധീഷ് വന്നപ്പോഴും സുധീഷിന്റെ വക ഒരു കയറ്റം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ സൂര്യശ്രീ ഓരോരുത്തർ ഒരു തെറ്റുണ്ടായിരുന്നില്ല. നല്ല ക്ലാരിറ്റി ഉണ്ടായിരുന്നു. നല്ല ക്ലൈമാക്സ് ആയിരുന്നു. 3 പേർക്കും ഓൾ ദി ബെസ്റ്റ്.
താങ്ക് യു ടിനി ചേട്ടാ. ഇതുവരെയായിട്ടും കേൾക്കാത്ത ഒരു സംഭവം ഉണ്ടാ ഭാര്യ വീട്ടിൽ വന്ന് ഇങ്ങനെ നിൽക്കുന്നത്. അതും ശരിക്കും പറഞ്ഞാൽ മാതൃകയാവാണ് പ്രദീപ് ലോകത്തിന് തന്നെ. കാരണം സ്വന്തം ഭാര്യ ഇറക്കി വിടാതെ സ്വയം ഇറങ്ങി വന്നിട്ട് ഭാര്യ വീടിന്റെ ചെലവിൽ ജീവിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ മാതൃകയാണ്. അതുപോലെ തന്നെ സുധീഷും സൂര്യൻ അസലായിട്ട് സപ്പോർട്ട് ചെയ്തെന്നുള്ളതാണ്. കാരണം ഒരു ശ്വാസം എടുക്കാതെയാണ് അല്ലേ പ്രദീപ് ഇങ്ങനെ പടപടപടാന്നും പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ ഗംഭീരമായിട്ട് പ്രസന്റ് ചെയ്തു. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു നസീർക്ക. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ, നല്ല കണ്ടന്റ് ആയിരുന്നു. ഇവർ പറഞ്ഞ പോലെ നമ്മുടെ വേദിയിൽ ആദ്യമായിട്ട്, നമ്മുടെ വേദിയിൽ നല്ല സ്കിറ്റിൻ്റെ ലെവലിൽ തന്നെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സാധനം വരുന്നത്. ഭാര്യയെ വീട്ടിൽ പറഞ്ഞു വിട്ടും ഇവിടെ വന്ന് നിൽക്കുന്നത്. അങ്ങനെ ഒരുപാട് പേരുണ്ട് കേട്ടോ. ഈ കെട്ടിച്ച വിട്ട വീട്ടിൽ പോയി നിൽക്കുന്നവരുണ്ട്. പക്ഷെ ആ കൂടെ ഭാര്യയും കൂടെ കാണും. പക്ഷേ രസമുണ്ടായിരുന്നു, അങ്ങനെ ഒരു നല്ല കണ്ടന്റ്. പിന്നെ ഇടയ്ക്ക് ഇച്ചിരി ചിരിയുടെ കുറവുണ്ടായിരുന്നു. ഇടഭാഗത്ത് സുധീഷ് വന്നതിന് ശേഷമുള്ള ഇച്ചിരി ഭാഗത്തൊരു തമാശയുടെയൊക്കെ കുറവുണ്ടായിരുന്നു. മൂന്നുപേരും നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്തുള്ള കാര്യങ്ങൾ. അപ്പോൾ ഒരു ചിരിയുടെ അംശം എൻ്റെ നോട്ടത്തിൽ കുറച്ച് കുറവുണ്ടായിരുന്നു. ബാക്കിയെല്ലാം നല്ല രസമായിരുന്നു. ഉള്ളത് നല്ല വൃത്തിയാക്കി ചെയ്ത് ക്ലൈമാക്സും നല്ല രസമായിരുന്നു. പക്ഷെ നമുക്ക് ഇതിലും നല്ലവണ്ണം ചിരിക്കാനുള്ളതുമായിട്ട് അടുത്ത പ്രാവശ്യം വരണം. ചിരിയാണ് ആവശ്യം. നിർത്താതെയുള്ള ചിരി ഉണ്ടെങ്കിലാണ് നമുക്ക് കണ്ടിരിക്കാനും ഒക്കെ ഒരു ഉന്മേഷം ഉണ്ടാവുക. അത് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അടുത്ത പ്രാവശ്യം നമുക്ക് വീണ്ടും കാണാം. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു നസീർക്ക. അപ്പോൾ ഈ സ്കിറ്റിന്റെ മാർക്സ് തന്നോളൂ. അപ്പം ഞാനൊരു 10 മാർക്ക് കൊടുക്കുക. 10,000 രൂപ. ഓക്കെ, ചേട്ടാ ഞാനും 10,000. ടോട്ടൽ 20,000. ഇനിയെങ്കിലും പണിക്ക് പോകണം കേട്ടോ. ബാക്കി ഞാനുണ്ട്. ടോട്ടൽ എമൗണ്ട് 40,000 രൂപ. അടുത്ത പ്രാവശ്യത്തിനും കൂടുതൽ നമുക്ക് വാങ്ങിക്കണം. അത് കേട്ടാ, തിരിച്ചു വീട്ടിൽ പോകണം കേട്ടോ. ശരി. ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വേറെ. നമുക്ക് എന്നാ അങ്ങോട്ട് പോയാലോ? ഓക്കെ, അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെ ദിസ് ഇസ് ബൈ ഫ്രം ജീവൻ, ബൈ ഫ്രം ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം വേറെ. ഗുഡ് നൈറ്റ്.